പിള്ളേർ വാശി പിടിക്കുക, അവന് വാശിയ അവൾക്ക് വാശിയ തള്ളിക്കളയും. അതുപോലെ ചെറുപ്പത്തിലെ ഒരു 1, 2, 3 വയസ്സിലെ വാശിയുള്ള കൊച്ച ഭക്ഷണം കഴിക്കുന്നില്ല, വാശിയാണ്, എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല, വാശിയാണ് വാശി. ഈ വാശിക്ക് ശരിക്കും ഒരു റീസൺ ഉണ്ടോ, അല്ലെങ്കിൽ ഈ വാശിയെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? കുട്ടികൾ കൂടുതലും വീട്ടിൽ നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ കുട്ടികൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ വളരെ പേടി കാണിക്കുകയും അതുപോലെ ഭയങ്കര ഇൻട്രോവേർട്ട് ബിഹേവിയറിലേക്ക് പോവുകയും എല്ലാം ഒരു റെഫ്യൂസലായിരിക്കും, ഒരു അവോയ്ഡൻറ്റ് ബിഹേവിയർ. സ്കൂളിൽ ചെന്നാലും കുട്ടികളായിട്ട് കൂട്ടുകൂടത്തില്ല, ടീച്ചേഴ്സിന് എടുത്ത് റെസ്പോണ്ട് ചെയ്യില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അക്കാഡമിക്കലി അറിയായിരിക്കും, പക്ഷേ എന്നിരുന്നാൽ പോലും അവർ നന്നായിട്ട് ആ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനൊന്നും ശ്രമിക്കില്ല. അവരുടെ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങി കൂടുന്നതായിട്ട് ഇപ്പം കാണാറുണ്ട്. അതൊരു സോഷ്യൽ ആൻസൈറ്റി ആയിട്ടൊക്കെ നമുക്ക് കുട്ടികളിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഡോക്ടർ, ഇതുപോലെ തന്നെ ഇപ്പം കുസൃതി, ഹൈപ്പർ ആക്ടിവിറ്റിയും കുസൃതിയും എല്ലാം പല പല കാര്യങ്ങളാണെങ്കിലും പലപ്പോഴും കെട്ടിപിടഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മനസ്സിലാവത്തില്ല. ചിലതിന് ട്രീറ്റ്മെൻറ്റ് വേണം, ചിലതെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ പോലെ പ്രായം കഴിയുന്തോറും മാറിപ്പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഈ കുസൃതി പ്രശ്നമുള്ള കുസൃതിയാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? കതിരയിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പഴമക്കാർ പറയുന്നത് വളരെ ശരിയാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. ഇന്ന് റീനുവിനൊപ്പം വന്നിരിക്കുന്നത് ഡോക്ടർ ഭീമയാണ്. ഡോക്ടർ ഭീമ ഒരു കുട്ടികളുടെ ബിഹേവിയറിനെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന സ്വന്തമായിട്ടൊരു സെൻറ്ററുള്ള ഡോക്ടറാണ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററാണ്. പക്ഷേ സാധാരണ സെൻറ്ററുകൾ പോലെ അല്ല ഈ സെൻറ്റർ പ്രവർത്തിക്കുന്നത്, അവിടെ കൊടുക്കുന്ന കാര്യങ്ങളല്ല ഈ ഒരു സെൻറ്ററിൽ കൊടുക്കുന്നത്. വെൽക്കം ഡോക്ടർ ഭീമ. താങ്ക് യു ആൻഡ് ഹായ്. ഹായ്. ഈ ഒരുപാട് ബിഹേവിയറൽ തെറപ്പിസ്റ്റുമാരെ നമ്മൾ കാണാറുണ്ട്, ഇപ്പം സ്പീച്ച് തെറപ്പിസ്റ്റുമാരെ കാണാറുണ്ട്. പിള്ളേരെ ചെറുപ്പം തൊട്ട് അവരെ ഗൈഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത പറയുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡോക്ടർ ഭീമ വ്യത്യസ്തമായ രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഡോക്ടറുടെ രീതികൾ എന്താണ്? എൻ്റെ രീതികൾ മെയിനായിട്ട് ഞാനൊരു ആയുർവേദിക് ഡോക്ടറും പിന്നെ ഇൻ്റർനാഷണൽ ബിഹേവിയർ ആനലിസ്റ്റുമാണ്, ബോർഡ് സർട്ടിഫൈഡ് ബിഹേവിയർ ആനലിസ്റ്റാണ്. അങ്ങനെ വന്നിട്ട് നമ്മൾ ABA തെറാപ്പിയും ആയുർവേദിക് മെഡിക്കൽ ഇൻ്റർവെൻഷനും, അതായത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആയുർവേദിക് മെഡിക്കൽ ഇൻ്റർവെൻഷൻ വിത്ത് ABA തെറാപ്പി, മോഡേൺ ആയിട്ടുള്ള ഒരു അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് തെറാപ്പിയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ABA തെറാപ്പി മിക്കതും ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അത്ര പ്രിവലൻ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. മെയിൻലി ABA തെറാപ്പി, അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് തെറാപ്പി ആണ്. അതൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതൊരു ഇൻഡിവിജ്വലൈസ്ഡ്, ഒരു ടൈലർ മെയ്ഡ് പ്രോഗ്രാമാണ്. അതിനകത്ത് നമ്മുടെ കുട്ടികളുടെ ഓരോ സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് സോഷ്യൽ സ്കില്ല്, കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല്, കുട്ടികളുടെ ബിഹേവിയർ, കുട്ടികളുടെ ചാലഞ്ചിങ് ബിഹേവിയേഴ്സ് റെഡ്യൂസ് ആക്കാം, അതുപോലെ ഡിസേബിൾ ആയിട്ടുള്ള സോഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരാം. അങ്ങനെ ഒരു കുട്ടീനെ നമ്മുടെ സോഷ്യലി ലിവിങ് ബീങ് ആയിട്ട് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ABA തെറാപ്പി. ആ ABA തെറാപ്പിയുടെ കൂടുതൽ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളതും എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ചില കുട്ടികൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളും ഉണ്ടാവും, ഈ ഡെവലപ്മെൻറ്റൽ ഡിലേയുടെയൊക്കെ ഓരോ റീസൺസ് ആയിട്ട്. അങ്ങനെ വരുമ്പം അതും അനലൈസ് ചെയ്ത് അത് മനസ്സിലാക്കി, അതായത് ആയുർവേദിക് ആസ് എ ഡോക്ടർ നമുക്ക് വേറെ എന്തെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, അതായത് കുട്ടികളുടെ ഗട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടികളുടെ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആണോ, അല്ലെങ്കിൽ കുട്ടികളുടെ വേറെ എന്തെങ്കിലും അലർജീസോ മെഡിക്കൽ റീസൺസോ കാരണമാണോ ഇങ്ങനെ കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത്, അതും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു മോഡേൺ ആയിട്ടുള്ള ABA തെറാപ്പി, ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ സർവീസസ് അവൈൽ ചെയ്യുന്നത്. സോ ഇറ്റ് മേക്സ് ആസ് യുണീക്ക്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആയുർവേദ ഡോക്ടർ അതിനുശേഷം ബിഹേവിയറൽ തെറാപ്പിയിലേക്ക് പിള്ളേരെ ആ ഒരു രീതിയിലേക്ക് വരുന്നത് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലാവുന്നു. കാരണം ഗട്ട് ഹെൽത്ത് ഒക്കെ റീസെൻ്റ്ലി വരെ ആരും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എടുത്തിട്ടേ ഇല്ല, പക്ഷേ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ കേട്ടിരുന്നു. ഇനി ഏറ്റവും ആദ്യത്തിൽ നിന്ന് തന്നെ ചോദിച്ചു തുടങ്ങട്ടെ. ഇപ്പം പിള്ളേരെ നമ്മൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ നമ്മൾ ചെറുപ്പത്തിൽ എന്താവുന്നു, നമ്മൾ എങ്ങനെ നോക്കുന്നു, അതിൽ നിന്നാണല്ലോ പിള്ളേർ വലുതായി വരുന്ന നല്ല സിറ്റിസൺസായും അവരുടെ കാര്യങ്ങൾ നോക്കാനും വരുന്നത്. ചില കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പ്രത്യേകതകളുള്ള കുട്ടികളുണ്ട്. അപ്പം അങ്ങനത്തെ കുട്ടികളാണല്ലോ ഡോക്ടറുടെ അടുത്തേക്ക് വരിക. ഏറ്റവും കോമൺ ആയിട്ട് ഡോക്ടർ ഹാൻഡിൽ ചെയ്യുന്ന കേസസ് എന്തൊക്കെയാണ്?
കൂടുതലും നമ്മുടെ അടുത്ത് വരുന്നത് ഓരോ ഡെവലപ്മെൻറ്റൽ ഡിലേ ആണ്. ഡെവലപ്മെൻറ്റൽ ഡിലേ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്ക് ഓരോ പ്രായത്തിൽ അച്ചീവ് ചെയ്യേണ്ട ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അതായത് കുട്ടി ഇപ്പോൾ ഒരു 9 മാസമാകുമ്പോൾ കുട്ടി വിളിച്ചാൽ നോക്കണം, അല്ലെങ്കിൽ കുട്ടി ഇപ്പോൾ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അതുപോലെ നടക്കാൻ തുടങ്ങണം, അല്ലെങ്കിൽ കുട്ടി ഒരു 2 വയസ്സാകുമ്പോൾ 2 to 3 വേർഡ്സ് സെൻറ്റൻസിൽ സംസാരിക്കണം. അങ്ങനെ ഓരോരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. ആ മൈൽ സ്റ്റോൺസ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാതിരിക്കുമ്പോൾ പേരൻസ് കൺസേൺസോടുകൂടിയാണ് നമ്മുടെ അടുത്തേക്ക് കൂടുതലായിട്ട് കുട്ടികൾ വരുന്നത്. അതോടൊപ്പം തന്നെ അതിൽ അതർ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഓട്ടിസം, ADHD, പിന്നെ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി കേസസ് വരാറുണ്ട്. അതുപോലെ കുട്ടികൾക്ക് സോഷ്യൽ ആൻസൈറ്റി, ഇപ്പോൾ അത് വളരെ കൂടുതലാണ്. ആഫ്റ്റർ ദ കോവിഡ് എറ കുട്ടികൾ കൂടുതലും വീട്ടിൽ നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ കുട്ടികൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ വളരെ പേടി കാണിക്കുകയും അതുപോലെ ഭയങ്കര ഇൻട്രോവേർട്ട് ബിഹേവിയറിലേക്ക് പോവുകയും എല്ലാം ഒരു റെഫ്യൂസലായിരിക്കും, ഒരു അവോയ്ഡൻറ്റ് ബിഹേവിയർ. സ്കൂളിൽ ചെന്നാലും കുട്ടികളായിട്ട് കൂട്ടുകൂടത്തില്ല, ടീച്ചേഴ്സിന് എടുത്ത് റെസ്പോണ്ട് ചെയ്യില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അക്കാഡമിക്കലി അറിയായിരിക്കും, പക്ഷേ എന്നിരുന്നാൽ പോലും അവർ നന്നായിട്ട് ആ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനൊന്നും ശ്രമിക്കില്ല. അവരുടെ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങി കൂടുന്നതായിട്ട് ഇപ്പം കാണാറുണ്ട്. അതൊരു സോഷ്യൽ ആൻസൈറ്റി ആയിട്ടൊക്കെ നമുക്ക് കുട്ടികളിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ സെലക്റ്റീവ് മ്യൂട്ടിസം, അത് ഇപ്പോൾ ഒരു പുതിയൊരു ടേമായിട്ട് ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നുണ്ട്. സെലക്റ്റീവ് മ്യൂട്ടിസം പറഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ ഈ സെയിം സോഷ്യൽ ആൻസൈറ്റിയുടെ തന്നെയാണ് സെലക്റ്റീവ് മ്യൂട്ടിസം. അതായത് നല്ലതായിട്ട് ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ പോലും ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ചില പ്ലേസസിൽ അല്ലെങ്കിൽ ചില ആളുകളോട് മ്യൂട്ടായിരിക്കും, ലൈക്ക് എ ഫ്രീസിങ് ആയിട്ട് നിൽക്കും. അങ്ങനെയൊക്കെയുള്ള കേസസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ബൗൺസിങ് അല്ലെങ്കിൽ ഒരു സ്നോബോൾ എഫക്റ്റിൽ വരുന്നതാണ് ഹൈപ്പർ ആക്ടിവിറ്റി. അതായത് ഇപ്പോൾ ഓരോ കിൻഡർഗാർട്ടൻ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരൊക്കെ ആയിട്ട് കോൺവെർസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓരോ ഇയറിലും ഈ കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സിനാണെങ്കിൽ വലിയ ഡിഫിക്കൽട്ടാണ് ഇവരെ മാനേജ് ചെയ്യാൻ. അതായത് ഒരു 5 വർഷത്തിന് മുമ്പ് വന്ന കുട്ടികളല്ല ഇപ്പോൾ കിൻഡർഗാർട്ടനിൽ വരുന്ന കുട്ടികൾ. അവരുടെ സ്വഭാവം ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ചേഞ്ചാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ മാനേജ് ചെയ്യാനും അവരെ ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്നുണ്ട്. അതായത് അങ്ങനത്തെ കേസുകളും നമ്മുടെ ക്ലിനിക്കിലേക്ക് റെഫർ ചെയ്ത് വരാറുണ്ട്. ഞാനിതിൽ ഓരോന്നീന്ന് ചോദിച്ചോളട്ടെ. ഇപ്പം ആദ്യം തന്നെ നമ്മൾ പിള്ളേരിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ഡെവലപ്മെൻറ്റൽ ഡിലേ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കും. കൊച്ചു വർത്താനം പറയുന്നില്ല, അല്ലെങ്കിൽ കൊച്ചിന് നടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. പക്ഷേ പലപ്പോഴും സട്ടിലായിട്ട് മനസ്സിലാകാതെ പോകുന്ന ചില കാര്യങ്ങൾ, അതിൽ ആദ്യത്തേത് വാശിയാണ്. അതായത് പിള്ളേർ വാശി പിടിക്കുക, അവന് വാശിയ അവൾക്ക് വാശിയ തള്ളിക്കളയും. അതുപോലെ ചെറുപ്പത്തിലെ ഒരു 1, 2, 3 വയസ്സിലെ വാശിയുള്ള കൊച്ച ഭക്ഷണം കഴിക്കുന്നില്ല, വാശിയാണ്. എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല, വാശിയാണ് വാശി. ഈ വാശിക്ക് ശരിക്കും ഒരു റീസൺ ഉണ്ടോ? അല്ലെങ്കിൽ ഈ വാശിയെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഓക്കെ, എല്ലാ പേരൻസും എന്നോട് ചോദിക്കുന്ന ഒരു വലിയൊരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മിസ് രേണു എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ വാശി 1.5 വയസ്സ് തൊട്ട് ഒരു 4 വയസ്സ് വരെ കുട്ടികളിൽ കാണുന്ന വാശി വളരെ നോർമലാണ്. ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ചൈൽഡ്സ് ഡെവലപ്മെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കണം നമ്മുടെ പോലെ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അത് സാധിക്കില്ല. കുട്ടിക്ക് നമ്മുടെ അത്ര ഒരു കൊഗ്നീറ്റീവ് പവർ ഇല്ല, കുട്ടിക്ക് നമ്മുടെ അത്ര സ്പീച്ച് ഇല്ല, നമ്മുടെ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ കുറച്ച് സ്കിൽസ് കുറവാണ്. ബിക്കോസ് അവർ ഗ്രോയിങ് ആണ്, അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് അത് പെട്ടെന്ന് കൺവേ ആവുമോ, പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്ത് അത് കോംപ്രഹെൻഡ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ റിയാക്ട് ചെയ്യണം എന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്, നമ്മുടെ വാശി പിടിക്കരുത്. പക്ഷേ കുട്ടികളുടെ വാശി ഒരു 1.5 ഇയർ തൊട്ട് ഒരു 4 ഇയേഴ്സ് വരെ നോർമലാണ്. അതിന് ടെമ്പർ ടാൻട്രംസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത് കുട്ടികൾ ഗ്രോ ചെയ്ത് വരുമ്പോൾ കുട്ടികളുടെ ഓരോ സ്കില്ല് ഡെവലപ്പ് ആവും. അതായത് കുട്ടികൾ നന്നായിട്ട് സംസാരിച്ച് വരും, അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്ത് വരും, അതുപോലെ നമ്മളെ മനസ്സിലാക്കി വരും. ഇങ്ങനെയൊക്കെ കയറി വരുമ്പോഴത്തേക്കും കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അവരുടെ വാശി കുറഞ്ഞു വരും. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ വാശി കൂടുതലായിട്ട് വരികയാണെങ്കിൽ അതൊരു പോയിൻ്റ് ഓഫ് കൺസേൺ തന്നെയാണ്. അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഒരു 1.5 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെ കുട്ടികൾ ചെറിയ കാര്യത്തിന് വാശി പിടിക്കുകയും ദേഷ്യം കാണിക്കുകയും അവർ അഗ്രഷൻ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നോർമലാണ്. എന്നിരുന്നാലും ഇവർ ഗ്രോ ചെയ്തിട്ടും ഇതിൻ്റെ വാശിയുടെ അതിൻ്റെ നമ്പർ ഓഫ് ടൈംസ് കൂടി വരുവാണെങ്കിൽ നമ്മൾ കുറച്ച് കൺസേൺ ആവണം. അതായത് ഗ്രാജുവലി അത് കുറഞ്ഞാൽ വരണ്ടേ.
ബിക്കോസ് 4 വയസ്സാകുമ്പോഴത്തേക്കും ഒരു കുട്ടി സ്കൂളിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾ അംഗനവാടി അല്ലെങ്കിൽ പ്രീ സ്കൂളിലൊക്കെ വിട്ടു തുടങ്ങും എന്തിനാ സ്കൂളിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഏജ് പ്രോഗ്രസ് ആകുമ്പോഴും ഇവരുടെ വാശി കൂടിയ വരുന്നതെങ്കിൽ നമ്മൾ കൺസേൺ ആവണം, നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ ആ കുട്ടിയുടെ ഒരു വാശി നമുക്ക് പൊതുവേ കുട്ടികളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വാശി കാണിച്ചാലും മറ്റൊരു കാര്യം പുതിയൊരു കാര്യം കാണിച്ചു കൊടുത്താൽ കുട്ടികൾ ഡിസ്ട്രാക്റ്റഡ് ആവും. പക്ഷേ ഈ കുട്ടി അത്ര സ്റ്റബേണായിട്ട് നിൽക്കുകയാണ്, കുട്ടിയുടെ വാശി ജയിക്കണം എന്നുള്ള സ്റ്റബേണിൽ നിൽക്കുകയാണ്, കുട്ടി ഒട്ടും ഡിസ്ട്രാക്റ്റ് ആവുന്നില്ലെങ്കിൽ അത് നമ്മൾ കൺസേൺ ആവേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ ഈ കുട്ടി വാശി കാണിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ദൈർഘ്യം കൂടി വരുവാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് അത്രയും ദൈർഘ്യത്തിൽ കുട്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ദൈർഘ്യം കൂടിയ വരുന്നതെങ്കിലും നമ്മൾ കൺസേൺ ആവേണ്ട കാര്യമുണ്ട്. പിന്നെ ഒരു കേസാണ്, അതായത് കുട്ടി വാശി കാണിക്കുക, ചില കുട്ടികളുണ്ട് ഹെഡ് ബാങ്കിങ് ബിഹേവിയർ, വെച്ചാൽ അവരെ തന്നെ ഉപദ്രവിക്കും അങ്ങനെ, അല്ലെങ്കിൽ മറ്റാളുകൾ ഉപദ്രവിക്കും. ഈ ഉപദ്രവിക്കുന്ന ബിഹേവിയർ ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 വയസ്സ് 2 വയസ്സിലൊക്കെ നമ്മൾ കുട്ടികൾ കടിക്കുകയൊക്കെ ചെയ്യും, ഇതൊക്കെ നോർമലാണ്. പക്ഷേ ഇത് ഒരു 3 വയസ്സ് 4 വയസ്സായിട്ടും ഈ ഒരു മറ്റ് കുട്ടികൾ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉപദ്രവിക്കുന്ന ബിഹേവിയറൊക്കെ കൂടിയ വരുന്നതെങ്കിൽ അത് നമ്മൾ കൺസേൺ ആവണം. ബിക്കോസ് അവിടെ എന്തെങ്കിലും ഒരു അണ്ടർലൈൻ കോസ് അവിടെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ഈ കുട്ടിയുടെ വാശി കൂടി വരുന്നത്. ഇങ്ങനെ ഈ വാശി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മിക്ക പേരൻസും അതിനൊരു നോർമലൈസ് ചെയ്ത് കാണാറുണ്ട്. അത് വാശിയാണ് പൊതുവെ അവരെ എപ്പോഴും റിലേറ്റ് ചെയ്യും. അതായത് അവരുടെ കുട്ടീൻ്റെ ഫാദറിന് വാശി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുട്ടീൻ്റെ ഗ്രാൻഡ് പേരൻറ്റ് ഭയങ്കര വാശിക്കാരനായിരുന്നു എന്നൊക്കെ. പക്ഷെ അങ്ങനെ, അല്ലെങ്കിൽ പൊതുവെ ആൺകുട്ടികൾക്ക് വാശി കൂടുതലാണെന്നൊക്കെ. പക്ഷെ അങ്ങനെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ ചിന്തിക്കുന്നില്ല ഈ പേരൻസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഫേസ് വരേണ്ടതെന്ന്. ബിക്കോസ് ഒരു 4 വയസ്സാകുമ്പോൾ സ്കൂളിൽ ചേർക്കുമ്പോഴായിരിക്കും കംപ്ലൈൻറ്റ് കിട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് എപ്പോഴും വിളിക്കും, അത് ടീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ സ്ഥിരം കംപ്ലൈൻ്റ് ആയിരിക്കും ഈ കുട്ടികളുടെ വാശി കാരണം. ബിക്കോസ് അവിടെ സ്കൂളെന്ന് പറഞ്ഞ ഒരു സോഷ്യൽ എൻവയൺമെൻ്റ് ആണ്. അവിടെ ഒരു കോപ്പറേറ്റീവായിട്ട് പോയില്ലെങ്കിൽ ഒരു ടീച്ചറേ ഉള്ളൂ, മേ ബി ഒരു 30 to 40 ചിൽഡ്രൻ ഉണ്ടാവും, അല്ലെങ്കിൽ 20 to 30 ചിൽഡ്രൻ ഉണ്ടാവും. ഇവരൊക്കെ ടീച്ചറിന് മാനേജ് ചെയ്യാൻ പറ്റണമല്ലോ. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പം മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി വാശി കാണിക്കുന്നു, അത് അമിതമായിട്ടുള്ള വാശി കാണിക്കുന്നു, ടീച്ചേഴ്സിനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് മിക്ക പേരൻസും നമ്മുടെ അടുത്ത് വരിക. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഈ പേരൻസ് നേരത്തെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഒരു 3 വയസ്സ് 3.5 വയസ്സിൽ ഇത് കൂടി വരികയാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് നേരത്തെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 വയസ്സിൽ സ്കൂളിൽ കുട്ടി ചെല്ലുമ്പോൾ കുട്ടിക്ക് ഈസി ആയിട്ട് അവിടെ മിങ്കിൾ ചെയ്ത് അവിടെ കോപ്പറേറ്റീവ് ചെയ്ത് അവർക്ക് നല്ലൊരു എൻവയൺമെൻറ്റിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വിടാനായിട്ട് സാധിക്കും. ഡോക്ടർ, ഇതുപോലെ തന്നെ ഇപ്പം കുസൃതി, ഹൈപ്പർ ആക്ടിവിറ്റിയും കുസൃതിയും എല്ലാം പല കാര്യങ്ങളാണെങ്കിലും പലപ്പോഴും കെട്ടിപിടഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മനസ്സിലാവത്തില്ല. ചിലതിന് ട്രീറ്റ്മെൻറ്റ് വേണം, ചിലതെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ പോലെ പ്രായം കഴിയുന്തോറും മാറിപ്പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഈ കുസൃതി പ്രശ്നമുള്ള കുസൃതിയാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഓക്കെ, പൊതുവേ ഇപ്പോൾ ഈ ഒരു ഏജ് അല്ലെങ്കിൽ ഈ ഒരു എറയിൽ കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി റെസ്റ്റ്ലെസ്നെസ് ഒക്കെ കൂടി വരികയാണ്. ബിക്കോസ് ഈ ഒരു എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പോലത്തെ ഒരു എൻവയൺമെൻറ്റ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹൈ ഷുഗർ കണ്ടൻറ്റും അല്ലെങ്കിൽ ഹൈ ടേസ്റ്റ് മേക്കേഴ്സ്, അതായത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇവരുടെ ഓവർ സ്റ്റിമുലേഷൻ കൊടുക്കും. അതുപോലെ കുട്ടികളുടെ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്, അതും കുട്ടികളെ ഓവർ സ്റ്റിമുലേറ്റഡ് ആക്കും. അതുപോലെ കുട്ടികൾക്ക് ഒരു ലിമിറ്റഡ് സ്പേസ് ഉള്ളൂ കളിക്കാൻ. ഞാനൊക്കെ കളിച്ചതുപോലെ ഒരു പറമ്പോ അങ്ങനെ അല്ലെങ്കിൽ കസിൻസോ അങ്ങനെ ഒരു എൻവയൺമെൻറ്റ്, ജോയിൻറ്റ് ഫാമിലിയോ അങ്ങനെ ഒരു എൻവയൺമെൻറ്റിലല്ല ഇപ്പോഴത്തെ കുട്ടികൾ വളരുന്നത്. അതനുസരിച്ചിട്ടാണ് ഇവരുടെ റെസ്റ്റ്ലെസ്നെസ് കൂടി വരുന്നത്. ബിക്കോസ് ഇവർക്ക് ഉള്ളിൽ എനർജി ഉണ്ട്, അതൊന്ന് വെൻ്റ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് എക്സോസ്റ്റ് ചെയ്യാനോ ഒന്നുമുള്ളൊരു സ്ഥലം നമുക്കില്ല. അപ്പോൾ കുട്ടികൾ എന്താണ് ഉള്ള സ്ഥലം കൊണ്ട് നല്ല ഹൈപ്പർ ആക്റ്റീവ് ആവും, റെസ്റ്റ്ലെസ് ആവും. പിന്നെ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഈ എൻവയൺമെൻറ്റൽ ട്രിഗറിങ് ഫാക്ടേഴ്സ് ലൈക്ക് സ്ക്രീൻ ടൈം ആൻഡ് അഡിക്റ്റീവ്സ്, അതുപോലെ ഹൈ ഷുഗർ കണ്ടൻ്റ് ഉള്ള ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ ഇവരുടെ ട്രിഗർ ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ അമിതമായിട്ടുള്ള കുസൃതി കാരണം ആ കുട്ടികൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അതായത് കുട്ടികൾ റെസ്റ്റ്ലെസ് ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല. നമുക്കൊന്ന് കുറച്ച് നേരമെങ്കിലും, എല്ലാ കുട്ടികളും ഫുൾ ടൈം അടങ്ങിയിരിക്കണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല, എന്നിരുന്നാലും കുറച്ച് സമയമെങ്കിലും അടങ്ങിയിരുന്നാലേ കുട്ടികളുടേതായിട്ടുള്ള കുറച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 3.5 വയസ്സാകുമ്പോൾ നമ്മൾ സ്കൂളിൽ കൊണ്ടുവിടുമ്പം കുട്ടി അടങ്ങിയിരുന്നില്ലെങ്കിൽ എന്താണ്,
ടീച്ചറിൻ്റെ നിന്ന് അംഗനവാടി അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ ടീച്ചേഴ്സ് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പം അവർക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല. കുട്ടികൾ എന്താണ് ഫുൾ ടൈം ഫിഡ്ജറ്റിംഗ് ആയിരിക്കും, ഫുൾ ടൈം റെസ്റ്റ്ലെസ് ആയിരിക്കും. അവരുടെ ഒരു ഇമ്പൾസിവിറ്റി കാരണം ഇങ്ങനെ ഓടി നടന്നിട്ട് അവർക്ക് ശ്രദ്ധ കുറയും. മേ ബി അവർ പാസീവ് ലിസണേഴ്സ് ആയിരിക്കും, അവരുടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും, പക്ഷേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ശ്രദ്ധ തരത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പോയിൻറ്റ്. അതായത് മിക്ക കുട്ടികളും ഈ റെസ്റ്റ്ലെസ് ആകുമ്പം അവരുടെ ശ്രദ്ധ കുറയുകയും അവരുടെ സംസാരം കുറയുകയും അതുപോലെ അവരുടെ അക്കാഡമിക്കിലും അത് ബാധിക്കുകയും ചെയ്യും. ബിക്കോസ് ഒരു കുട്ടിയുടെ റെസ്റ്റ്ലെസ് ബിഹേവിയർ കൂടുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു 3.5 വയസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ചെല്ലുമ്പം കുട്ടി അച്ചീവ് ചെയ്യേണ്ട കുറച്ച് പ്രീ റിക്വസ്റ്റഡ് സ്കില്ലുണ്ട്. അതായത് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കണം, ഒരു ടീച്ചറിനെ നോക്കണം, അതുപോലെ ഒരു പെൻസിൽ പിടിക്കണം. ഇതൊക്കെ വേണമെങ്കിൽ കുട്ടിയുടെ ആ റെസ്റ്റ്ലെസ് ബിഹേവിയർ ഒന്ന് കുറയണം. എന്നാലാണ് നമുക്കിതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ അച്ചീവ് ചെയ്താലാണ് ആ കുട്ടീനെ സ്കൂളിലേക്ക് നമുക്ക് റെഡിയാക്കി വിടാനായിട്ട് സാധിക്കുള്ളൂ. ഈ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്ന കുട്ടിക്ക് ആ കുട്ടിയുടെ എനർജി തന്നെ അവിടെ വെൻ്റ് ഔട്ട് ചെയ്ത് ഡ്രെയിൻ ഔട്ട് ആവുന്നില്ല. അപ്പോൾ കുട്ടി എന്താണ്, കുട്ടി ഒരു കാമായിട്ടുള്ളൊരു സിറ്റുവേഷനിലല്ല പോകുന്നത്. അങ്ങനെ കാമല്ലാത്തൊരു കുട്ടി എങ്ങനെയാണ് ഒരു പുതിയ സ്കില്ല് ഒരു ഏത് എൻവയൺമെൻറ്റിൽ നിന്നും പഠിക്കാൻ പറ്റുന്നത്? സാധിക്കില്ല. അതുപോലെ കുട്ടിക്ക് വാശിയും കൂടും. റെസ്റ്റ്ലെസ് ആയതുകൊണ്ട് കുട്ടി കാമല്ല. അപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, കുട്ടിക്ക് അഗ്രഷൻ വരും, കുട്ടി ഫ്രസ്ട്രേറ്റഡും ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റ്ലെസ് ബിഹേവിയർ കുട്ടികളിൽ കൂടി വരുമ്പോൾ വേറൊരു ഫാക്ടറും ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സേഫ്റ്റിയാണ്. സേഫ്റ്റി ഈസ് എ ഹയസ്റ്റ് പ്രയോറിറ്റി. സേഫ്റ്റിയും കുറയും. അതായത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. റെസ്റ്റ്ലെസ് ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തോട്ട് പോകുന്നതിന് മുമ്പ് ആക്ഷൻ നടക്കും, ഭയങ്കര ഇമ്പൾസീവ് ആവും. ആദ്യം ആക്ഷനായിരിക്കും നടക്കുന്നത്, അത് കഴിഞ്ഞിട്ട് അവർ ചിന്തിക്കത്തുള്ളൂ, പ്രോസസ്സ് ചെയ്ത് വരത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളെ ടീച്ചേഴ്സിനും കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും. കുട്ടികൾ ചിലപ്പോൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറും, അതുപോലെ കുട്ടികൾ ജനലിൽ ഭിത്തിയിൽ കയറും, പെട്ടെന്ന് ചാടും. അതുപോലെ ഇപ്പം ലിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിഫ്റ്റിലേക്ക് ചാടി കയറും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രൗഡിൽ പേരൻസിനെ കൊണ്ടുപോകാനാണെങ്കിലും കൈവിട്ട് ഓടും. ഇതൊക്കെ ആ കുട്ടിയുടെ ലൈഫിനെ ബാധിക്കും. അതൊരു ത്രെട്ടണിങ് സിറ്റുവേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ത്രെട്ടണിങ് സിറ്റുവേഷനെ നോർമലൈസ് ചെയ്ത് അതൊരു കുസൃതിയാണെന്ന് പറഞ്ഞ് കാണുകയാണെങ്കിൽ ആ കുട്ടിയുടെ ലൈഫിൽ തന്നെയാണ്, ആ കുട്ടിയുടെ പേരൻ്റെ ലൈഫിനെയാണ് അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാപ്പി ചിൽഡ്രനാണ്. ഇപ്പം നമുക്കൊരു കുട്ടി, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കുട്ടി ഒരു റെസ്റ്റ്ലെസ് ഒന്നും അല്ലാത്ത ഒരു കാമായിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടീനെ ബ്രഷ് ചെയ്യാൻ പഠിപ്പിക്കാം. അതുപോലെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു കുട്ടീനെയും ബ്രഷ് ചെയ്യാൻ പഠിപ്പിക്കാം. ഒരു പാരൻ്റ് ഉത്തരവാദിത്തമാണല്ലോ കുട്ടിയുടെ സെൽഫ് ഹൈജീൻ പഠിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ വരുമ്പം ഏത് കുട്ടീനെ ആയിരിക്കും ബ്രഷ് ചെയ്യാൻ പഠിപ്പിക്കാൻ എളുപ്പം? കാമായിട്ടുള്ള, അതെ, കാം കുട്ടീനെയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ റെസ്റ്റ്ലെസ്നെസ്സും കാര്യങ്ങളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളത് റൂൾ ഔട്ട് ചെയ്ത് അത് മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള ഇൻ്റർവെൻഷൻ എടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ ഓരോ സ്കില്ല് ആ കുട്ടീനെ പഠിപ്പിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ പേരൻസിൻ്റെ ടൈമും, ഇപ്പോൾ എല്ലാ പേരൻസിനും ഒട്ടും സമയമില്ല എന്നുവെച്ചാൽ അവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കരിയർ, അവരുടെ ജോബ്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഈ കാമായിട്ടുള്ള കുട്ടീനെയാണോ അവർക്ക് വേണ്ടത്, അതോ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കുട്ടീനെയാണോ വേണ്ടത്? കാമായിട്ടുള്ള കുട്ടീനെ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു കുട്ടീനെ 1 അവർ എടുക്കും. സോ അങ്ങനെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു കുട്ടി, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കുസൃതിയുള്ള കുട്ടീനെ നമ്മൾ എല്ലാം നല്ല പക്ക പെർഫെക്റ്റ് ആക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അതിൻ്റെ തോത് കൂടി വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും അത് നോക്കി അത് മനസ്സിലാക്കി അതിൻ്റെ ഇൻ്റർവെൻഷൻ കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ ജീവിതത്തിനായാലും ഉപരി ആ പാരൻറ്റിൻ്റെ ജീവിതത്തിലും വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ 3 വർഷമായിട്ട് ക്ലിനിക്ക് ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അങ്ങനെ വന്നിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എൻ്റെ ക്ലിനിക്കിലൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ ആ ഒരു എഫേർട്ടിൽ നമ്മുടെ ക്ലിനിക്കിലൂടെ ഓരോ കുട്ടിക്കും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ കുട്ടീനേക്കാളും ഹാപ്പി ആ പേരൻസാണ്. വെച്ചാൽ അവരുടെ ടൈം, അവരുടെ മണി, അവരുടെ എഫേർട്ട്, അവരുടെ എനർജി, ഇതെല്ലാമാണ് അവർ ഈ കുട്ടികൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാമാണ് നമുക്ക് പാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ദാറ്റ് വി ആർ ആക്ച്വലി മേക്കിംഗ് ദ ഫാമിലീസ് ഓൾസോ ഹാപ്പി. ഈ ഹാപ്പി ഫാമിലി എന്ന് പറയുന്നത് ചിലർക്കിപ്പോൾ പറയാറുണ്ട്, ഇതൊരു മിത്ത് പോലെ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന്. ഒരുപാട് ടെൻഷനുകളിൽ പിള്ളേരും പേരൻസും നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൽ ഡോക്ടർ പറഞ്ഞ 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പോൾ കുസൃതി, അതിൽ ശരിക്കുള്ള കുസൃതിയും ഉപദ്രവകരമായതും ട്രീറ്റ്മെൻറ്റ് വേണ്ടതും നമ്മൾ റിയലൈസ് ചെയ്യുക, മനസ്സിലാക്കുക, റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുപോലെ തന്നെ
സ്ക്രീൻ ടൈം ഇതിനോട് ചേർത്ത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം ഭയങ്കര കുസൃതിയായിട്ടുള്ള പിള്ളേരാണെങ്കിലും ടി വി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകളോളം അവരതിന് മുന്നിലിരുന്നോളും. ഇനി ചില പിള്ളേരുണ്ട് ഭയങ്കര ആക്റ്റീവായിരുന്ന പിള്ളേർ ടി വി കണ്ട് തുടങ്ങുന്ന പ്രായം തൊട്ട് അവർ ഭയങ്കര കാമാവുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഒരു നാശമാണോ, അതോ അതിപ്പോൾ പേരൻസ് അവരുടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പിള്ളേരെ കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റാനായിട്ടൊരു വരദാനം പോലെ എടുത്തേക്കുന്ന ഒരു ബൂണാണോ? ലൈക്ക് ഈ സ്ക്രീൻ ടൈം എത്രത്തോളം ഒരു കുട്ടിയുടെ ബിഹേവിയറുമായിട്ട് കണക്റ്റഡ് ആണ് ചെറിയ പ്രായത്തിൽ? ചെറിയ പ്രായത്തിൽ സ്ക്രീൻ ടൈം ലെസ് ദാൻ 3 ഇയേഴ്സ് അല്ലെങ്കിൽ 0 to 3 ഇയേഴ്സിൽ WHO റെക്കമെൻഡ് ചെയ്യുന്നത് 0 സ്ക്രീൻ ടൈമാണ്. ഓക്കെ, 0 ഭക്ഷണം കഴിക്കാനായിട്ടും എവിടെ പോകാനായിട്ടാണെങ്കിലും ഞാൻ ഈ 1 വയസ്സ് 1.5 വയസ്സുള്ള പിള്ളേരുടെ മുതൽ ഇങ്ങനെയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു സേഡ് 0. ഇറ്റ്സ് ആക്ച്വലി 0. ഇറ്റ് ഷുഡ് ബി 0. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ ബ്രെയിനിനെ ഈ ഒരു സ്ക്രീൻ ടൈം അമിതമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, അമിതമായിട്ട് ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യും. ബിക്കോസ് ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഹൈലി കളർഫുള്ളാണ്. അതുപോലെ അതിൻ്റെ ഒരു സെക്കൻഡ്സ് വളരെ കുറവായിരിക്കും. മേ ബി ഇപ്പോൾ എല്ലാ കുട്ടികൾ തന്നെ കാണുന്നത് റീൽസ് ആയിരിക്കും. ആ ഒരു ഷോർട്ട് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇപ്പോൾ അതൊക്കെ മാറി, ലൈക്ക് 3 സെക്കൻഡ്സ് അല്ലെങ്കിൽ 4 സെക്കൻഡ് ആൻഡ് ദേ വിൽ കീപ്പ് ഓൺ സ്ക്രോളിങ്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിനിന് തന്നെ ആ ഒരു ഫീഡിങ്ങിൽ വരും. അതായത് ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിലൊക്കെ രജിസ്റ്റർ ചെയ്യത്തില്ല, അതുപോലെ അവരുടെ അറ്റൻഷൻ സ്പാനും കുറഞ്ഞുകൊണ്ടിരിക്കും. ബിക്കോസ് ഇതിൻ്റെ ടൈം സ്പാൻ മേ ബി ഒരു 3 to 4 സെക്കൻഡ് അല്ലെങ്കിൽ മിനിമം ഒരു 1 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികളുടെ അറ്റൻഷൻ സ്പാനും ഒരു 1 മിനിറ്റിലേക്ക് കുറഞ്ഞു വരും. അതിൽ കൂടുതൽ അവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്ക്രീൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഈ സ്ക്രീനിനെയൊക്കെ ഒരു ബേബി സിറ്ററായിട്ടാണ് കാണുന്നത്. ബിക്കോസ് അവർക്ക് ഇത്രയും റെസ്ലെസ് ആയിട്ടുള്ളൊരു കുട്ടീനെ അവരോർക്കും ഫിസിക്കലി അവരെന്തെങ്കിലും ഒരു ഡേഞ്ചറിലേക്കോ അല്ലെങ്കിൽ ഒരു ഹാമിലേക്കോ ചാടുന്നതിന് പകരം ഒന്ന് സമാധാനമായിട്ട് കുറച്ച് നേരം ആ ഒരു ഫോൺ കൊടുത്തിരുത്തി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളും വീട്ടിലെ ഹൗസ് ഹോൾഡ് കോറീസൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നാന്നുള്ളത് അവരപ്പം മനസ്സിലാക്കില്ല. ഇത് കൊടുത്താലുള്ള ആഫ്റ്റർ എഫക്റ്റ് അത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് പോസിറ്റീവ് എഫക്റ്റ് ഒരിക്കലും ഒരു 0 to 3 ഇയേഴ്സ് ഉള്ള കുട്ടിക്കില്ല. പോസിറ്റീവ് 0. ഡോക്ടർ, ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എൻ്റെ മോനുണ്ടായ സമയത്തും സ്ക്രീനുണ്ട്, ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഉണ്ട്. പക്ഷേ ഇവൻ ഉണ്ടായ സമയം മുതൽ ഞാൻ ഭക്ഷണം കൊടുക്കാനായിട്ടാണെങ്കിൽ ഞാൻ അവനോട് കഥകൾ പറഞ്ഞാൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ഹൈ ചെയറിൽ ഇരുന്ന സമയം തൊട്ട് ഭക്ഷണം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അവനറിയാം ഈ ഭക്ഷണം കഴിക്കാണ്ട് ഇവിടെ നിന്ന് എണീറ്റ് പോകാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ ആ പറയുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ സ്ക്രീൻ ടൈം ഒന്നും കൊടുക്കാതെ അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോകാനായിട്ടാണെങ്കിലും എല്ലാം ഇവൻ 3 വയസ്സാവുന്ന വരെ ഞാൻ തിയേറ്ററിൽ പോയിട്ടില്ല. കാരണം ഇവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, എനിക്ക് നോക്കാൻ ആളില്ല. പക്ഷെ ഭയങ്കര കാമായിട്ടുള്ള കുട്ടിയാണ്. ഞാൻ ചോദിക്കുന്നത്, പിള്ളേർ കാമായിട്ട് ഓർഗനൈസ്ഡായിട്ട് ജീനുകളിൽ നിന്ന് അപ്പൻ്റെയോ അമ്മയുടെയോ ഒക്കെ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ വരുന്നതാണോ, നമ്മൾ ആ ഉണ്ടാവുന്ന സമയം തൊട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ നിന്നും അവർക്ക് മാറ്റങ്ങൾ വരുന്നതാണോ? എത്രത്തോളം ആ DNA ജീൻ, അപ്പൻ്റെ അമ്മയുടെ വാശി, അവരുടെ പാരമ്പര്യങ്ങൾ ഒരു കൊച്ചിനെ അഫക്റ്റ് ചെയ്യും? ഉറപ്പായിട്ട് എഫക്റ്റ് ചെയ്യും. ബിക്കോസ് ഇതെല്ലാം ജനറ്റിക് ആണല്ലോ. നമ്മുടെ എല്ലാ ട്രെയ്റ്റും, ഇപ്പം നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എല്ലാ ട്രെയ്റ്റും വരുന്നത് ജീനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളൊരു കേസ് വരുമ്പോഴും നമ്മൾ ചോദിക്കും ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ. ബിക്കോസ് മോസ്റ്റ്ലി എല്ലാം ഇൻഹെറിറ്റഡ് തന്നെയാണ്. പക്ഷേ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇപ്പോൾ കൂടുതൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ വെർച്വൽ ഓട്ടിസം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക്കായിട്ട് ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടാവില്ല. പക്ഷേ കൂടുതൽ സ്ക്രീൻ ടൈം ആൻഡ് ലാക്ക് ഓഫ് സ്റ്റിമുലേഷൻ ഫ്രം ദ പേരൻസ്. അതായത് നേരത്തെ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മളിൽ കൂടുതൽ അതായത് കഴിഞ്ഞ ജനറേഷനിലൊന്നും അത്ര കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പോലും അവിടെ വേറെ അങ്കിൾ, ആൻറ്റി അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് ഗ്രാൻഡ് പേരൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. അങ്ങനെ വരുമ്പം ഈ പേരൻസ് 2 പേരും വർക്കിംഗ് കൂടെ ആകുമ്പോഴത്തേക്കും അവർക്കൊട്ടും സമയമില്ല കുട്ടികളെ ശ്രദ്ധിക്കാൻ. അപ്പോൾ അവർ കൂടുതലും എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ശരിയാണ്, കൂടുതലും അവരുടെ ബ്രെയിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സും എല്ലാം ഈ പേരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യും, ഇല്ല എന്നല്ല. പക്ഷേ ഇവർ ഏത് എൻവയൺമെൻറ്റിലാണെന്നുള്ളത് ഒരു മെയിൻ ഫാക്ടറല്ലേ. ബിക്കോസ് എൻവയൺമെൻറ്റ് ക്യാൻ ചേഞ്ച്. ഇപ്പം നമ്മൾ പറയില്ലേ, മുല്ലപ്പൂവും പൊടിയേറ്റ് കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു എവിടെയാണോ ആ കുട്ടി ഉള്ളത് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. കുട്ടിക്ക് എത്ര സ്കില്ലുണ്ടെന്നുള്ളതല്ല. ഇപ്പം നമുക്ക് തന്നെ, ഞാൻ എൻ്റെ ജീവിത
അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് എത്ര സ്കില്ല് നമ്മുടെ പേരൻസ് ഇൻഹെറിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിലും നമ്മളത് ഷേപ്പ് ചെയ്യുന്നിടത്താണ് നമ്മുടെ സക്സസ്. ഇപ്പോൾ എത്ര സ്കില്ലുണ്ടെങ്കിലും വീട്ടിൽ പോയിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ച് നമ്മൾ പ്രൊഫഷണലാണെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ പോയിരുന്നാൽ അത് ആരുടെടുത്തും അത് സർവീസ് കൊടുക്കാതിരുന്നാൽ അതിന് എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടോ? സോ ദാറ്റ് ഈസ് ദർ ഇസ് എ ഷേപ്പിംഗ് ഷുഡ് ഹാപ്പൻ. ഈ ഷേപ്പിംഗ് ചെയ്യേണ്ടത് പേരൻസോ അല്ലെങ്കിൽ കുട്ടിയുടെ കെയർ ടേക്കേഴ്സോ. ഈ ഷേപ്പിംഗ് ഹാപ്പൻ ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവണത് നമ്മുടെ ഒരു കുട്ടി, അതായത് നമുക്കൊരു കുട്ടി ഉണ്ടാവുക എന്ന് വിചാരിക്കുക, അങ്ങനെ വരുമ്പം അത് ആ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? പിന്നെ ഒരു മിനിമം ഒരു 7 years വരെ ആ കുട്ടിക്ക് സമയം, അതായത് നമ്മൾ കൂടുതൽ ടൈം കൊടുക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും. ബിക്കോസ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്ത ആൾ ഒരു കുട്ടി ഉണ്ടാവരുതെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും പേരൻസ് ആവാനായിട്ട് യോഗ്യരല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. അതായത് കല്യാണം കഴിച്ചു, എല്ലാവരും ചോദിച്ചു, കുട്ടി ഉണ്ടായി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഒരുപാട് പേര് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പോലത്തെ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്. അതെ, ഇപ്പോൾ നമ്മുടെ ഒരു ക്ലിനിക്കിൽ വരുന്ന ഓരോ കേസസും, അതായത് ഞാൻ പലപ്പോഴും ഇവൻ പേരൻസായിട്ട് കുറച്ച് റൂഡായിട്ട് തന്നെ ഞാൻ സംസാരിക്കാറുണ്ട്, മേ ബി ബിക്കോസ് ഓഫ് ദെയർ സർക്കംസ്റ്റാൻസ്. എന്നിരുന്നാലും ഞാൻ ഐ എം നോട്ട് എ വെരി ലവ്ലി ഡോക്ടർ. ഐ ആക്ച്വലി ടെൽ എവറിത്തിങ് വെരി ഫ്രാങ്ക്ലി ആൻഡ് ഓണസ്റ്റ്ലി ടു ദ പേരൻസ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്ന ആൾ മാത്രം ഈ ഒരു കുട്ടികളെ പറ്റി ചിന്തിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതർവൈസ് അവരുടെ പാട്ട് ശരിയാണ്, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് അവരുടെ ഹെൽത്ത്, അവരുടെ ടയേർഡ്നെസ് എല്ലാം ശരിയാണ്. പക്ഷേ ഒരു കുട്ടീനെ നമ്മൾ നർച്ചർ ചെയ്ത് വന്നില്ല എങ്കിൽ ആ കുട്ടിയുടെ ലൈഫിനെയാണ് നമ്മൾ സ്പോയിൽ ചെയ്യണേ. അത് നമ്മൾക്ക് ഒരിക്കലും ഒരു പേ ബാക്ക് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല, അപ്പാർട്ട് ഫ്രം വാട്ട് എവർ ഇറ്റ് ഈസ്. അല്ലെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. അതർവൈസ് വി ഹാവ് ടു ഗീവ് ദ ടൈം. ഇനി ഇതിൽ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ പിള്ളേരെ നമ്മൾ എക്സ്പോസ്ഡ് ആക്കുന്ന അന്തരീക്ഷങ്ങൾ അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ വീട്ടിൽ വഴക്കുള്ള അച്ഛനും അമ്മയും ആണെങ്കിൽ ഈ പിള്ളേരെ വളർത്തുന്നത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ്. ഇറ്റ്സ് വെരി ബാഡ് ഫോർ ദം. അതിൻ്റെ ട്രോമയെക്കുറിച്ചൊക്കെ പോയാൽ എനിക്ക് തോന്നുന്നു നമ്മളിന്ന് തീരത്തില്ല. പക്ഷേ ചിലത് നമുക്ക് എക്സ്പോസ്ഡ് ആക്കുന്നത് ചിന്തിച്ചിട്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ തിയേറ്റർ പലപ്പോഴും കാണാറുള്ള കാഴ്ചയാണ്, ഭയങ്കര ബഹളവും ഒച്ചയും എല്ലാമുള്ള തിയേറ്ററിൽ ഡോൾബി അറ്റ്മോസിലൊക്കെ നമ്മൾ എന്നിട്ട് കാണുമ്പോൾ പലപ്പോഴും ഈ ചെറിയ പിള്ളേർ തൊട്ട് 2-3 വയസ്സിലെല്ലാം പിള്ളേർ ഇതിരുന്ന് കാണുന്നതും ഇത് കേൾക്കുന്നതും ചിലർ കരയും, ചിലർ അവിടെ ഇരുന്ന് ഫുൾ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഏത് പ്രായത്തിൽ നമുക്ക് ശരിക്കും ഈ ബഹളങ്ങളുള്ള സിനിമയ്ക്ക് പിള്ളേരെ കൊണ്ടുപോയി തുടങ്ങാം? അതായത് ആ ഒരു ഏജ് റെസ്ട്രിക്ഷൻ്റെ ഇതല്ല ഞാൻ ചോദിക്കുന്നത്. അതിപ്പോൾ അവർ പറയും പിള്ളേർ ഇത്ര വയലൻസേ കാണാവുള്ളൂ, ഇങ്ങനത്തെ ന്യൂഡിറ്റി കാണരുത്, അത് വേറെ. പക്ഷെ അതല്ലാതെ ഒച്ച ബഹളം അങ്ങനത്തെ ആസ്പെക്ട്സിൽ ഏത് പ്രായത്തിൽ പിള്ളേരെ ശരിക്കും തിയേറ്ററിൽ കൊണ്ടുപോയി തുടങ്ങാം? ഒരു കറക്റ്റ് പ്രായം എന്നുള്ളത് നമുക്ക് സയൻറ്റിഫിക് ആയിട്ടൊന്നും പറയാനില്ല. പക്ഷേ ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതായത് ഇപ്പോൾ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബിഫോർ 7 years ഇത്ര വയലൻസ് ആയിട്ടുള്ളൊരു മൂവിയോ അല്ലെങ്കിൽ ഹൈലി ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള മൂവീസോ ഒന്നും കൊണ്ട് കാണിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഒരു ആഫ്റ്റർ 7 years കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് വളരെ വൾഗറായിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല, ഒരു മൈൽഡായിട്ടുള്ളത് ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കുന്നതിനൊന്നും തെറ്റൊന്നുമില്ല. ബിക്കോസ് കുട്ടികളെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമല്ലോ, അഡൾട്ട്ഹുഡിലേക്ക് പ്രിപ്പയർ ചെയ്യണം. ഒരു ആഫ്റ്റർ 7 years മൈൽഡായിട്ടുള്ളതൊക്കെ കാണിക്കാം. പക്ഷേ ബിഫോർ 7 years അതിന് അങ്ങനെ ഒരു എക്സ്പോഷർ കൊടുക്കാതിരിക്കുന്ന കുട്ടികൾക്ക് നല്ലത്. ബിക്കോസ് കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ബ്ലോട്ടിംഗ് പേപ്പറാണ്, അവർ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. അവർക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. മേ ബി അവർ ഇമിറ്റേറ്റ് ചെയ്ത് വരുന്നത് ചിലപ്പോൾ സിബ്ലിങ്സിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു കുട്ടികളിലായിരിക്കാം. സ്കൂളിൽ ചെല്ലുമ്പോഴൊക്കെ ഈ അതുപോലെ അബ്യൂസീവ് വേർഡ്സൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് മീഡിയയിലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ. ഫോർ ഗെറ്റിംഗ് അറ്റൻഷൻ ദേ വിൽ ഇമിറ്റേറ്റ് ദിസ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു 7 years ഒക്കെ കഴിയുമ്പോൾ മിക്ക കുട്ടികൾക്ക് ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കഴിവ് വരും. ഓക്കെ, അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ ബിഫോർ 7 years ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യത്തില്ല. ആഫ്റ്റർ 7 years ആണെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള, വളരെ വൾഗറായിട്ടുള്ളത്, വളരെ കുട്ടികൾക്ക് ഒരു അഗ്രഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും കാണിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഒരു ഫാമിലി ഫിലിമൊക്കെ കാണിക്കാം, അതൊന്നും കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവർ സ്റ്റിമുലേഷൻ ഇവർക്ക് ബ്രെയിനിനെ, ഇവരുടെ ബിഹേവിയറിനെ വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും.
അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ വളരെ റെസ്ട്രിക്റ്റ് ആണ്. ആ സെയിം ടൈം ഇപ്പോൾ മിസ് രേണു ചോദിച്ചതുപോലെ നമ്മുടെ സ്ക്രീനിലും, അതായത് നമ്മുടെ മൊബൈലിലും ഇവർ കാണുന്ന എന്തൊക്കെയാണെന്നുള്ളത് പേരൻസ് വളരെ നന്നായിട്ട് ഫിൽട്ടർ ചെയ്യുകയും അതുപോലെ പേരൻസ് നന്നായിട്ട് അതിൻ്റെ ഒരു ട്രാക്ക് കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു കൂട്ടം കേസസും അങ്ങനെയാണ്. ചില 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ ഫേസ് കാണുമ്പോൾ തന്നെ അവരൊക്കെ ശരിക്കും പ്ലസൻ്റ് ആയിട്ട് ഇരിക്കേണ്ടേ അല്ലേ? അവർക്ക് ഇങ്ങനെ ആദ്യത്തെ കൺസൾട്ടേഷനൊക്കെ വരുമ്പം മുഖമൊക്കെ ഇങ്ങനെ ഇതാ വെച്ചിട്ട്, അപ്പം ഞാൻ ചോദിക്കും ഇതെന്താണ് എന്നുവെച്ചാൽ ഇങ്ങനെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അസസ് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തൊക്കെ വരുമ്പോഴാണ് ഇവർ സ്ക്രീൻ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, വളരെ അഗ്രസീവായിട്ടുള്ള 3-4 വയസ്സോ 3-4 വയസ്സിൽ ബിക്കോസ് ഓഫ് ദ സ്ക്രീൻ ടൈം ദേ വിൽ ബി ഹാവിങ് മോർ ദാൻ ലൈക്ക് 12 hours ഇൻ എ ഡേ സ്ക്രീൻ. ശരിയാ, വീട്ടിലാണല്ലോ. അങ്ങനെ വന്നിട്ട് ഈ കുട്ടികൾ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഇടി, തൊഴി, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനത്തെ ഹിറ്റിങ്, അങ്ങനത്തെയൊക്കെ ഒരു കൂടുതൽ സ്ക്രീൻ കണ്ടിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ഞാൻ ഓർത്തു ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ കുട്ടികളുടെ ആക്ഷനൊക്കെ ഇങ്ങനെ ആവണത്? കുട്ടികളെന്ന് പറഞ്ഞാൽ ചിരിച്ച് അല്ലെങ്കിൽ കരഞ്ഞ് അങ്ങനെയൊക്കെയല്ലേ? ഇത് മുഖമൊക്കെ വീർപ്പിച്ച് ഗുണ്ടയൊക്കെ വരുന്ന പോലെയാണ് നമ്മുടെ ക്ലിനിക്കിലേക്കൊക്കെ വരുന്നത്. അത് പേരൻസിനെയൊക്കെ ആ ഒരു കൺസൾട്ടേഷൻ ടൈമിൽ തന്നെ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ കടിക്കുകയും മാന്തും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ഇരിക്കാൻ പറ്റില്ല, അവർക്ക് ഫോൺ വേണം. അത് വളരെ കൂടുതലാണ് ഇപ്പോൾ. ഫോൺ അഡിക്ഷൻ വളരെ കൂടുതലാണ് കുട്ടികളിൽ. അവർ അഗ്രസീവ് ആവുകയാണ്. ഒരു കുട്ടിക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഒരു കുട്ടി, ആ കുട്ടിയുടെ ഫോൺ അഡിക്ഷൻ, ഫോൺ അഡിക്ഷൻ ഇപ്പോൾ വളരെ കൂടുതലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫോൺ മാറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടി അഗ്രസീവ് ആവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ശരിക്കും നല്ലൊരു ഫോൺ അഡിക്ഷൻ ഉണ്ട്. അതായത് ഫോണിന് വേണ്ടി, അല്ലെങ്കിൽ എവിടെ ഫോൺ കണ്ടാലും, ഇപ്പോൾ അത് എൻ്റെ ഫോൺ ആയിരിക്കണം എന്നില്ല, പേരൻറ്റിൻ്റെ ഫോൺ ആയിരിക്കണം എന്നില്ല, വേറൊരു ഫോൺ കണ്ടാലും ഓടിപ്പോയി എടുക്കും. ബിക്കോസ് ദേ കാൺ റെസിസ്റ്റ്, ഹി ഓർ ഷീ കാൺ റെസിസ്റ്റ്. അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ചാണ്. ഈവൻ നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഫോണൊന്നും നമ്മുടെ ക്ലിനിക്കിൽ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. പക്ഷേ ഈ സ്മാർട്ട് വാച്ച് വരെ നോക്കിയിരിക്കും. ബിക്കോസ് ദാറ്റ്സ് ഓൾസോ ഡിജിറ്റൽ. അപ്പോൾ അവർക്ക് അത് തന്നെ അവർക്ക് അതെങ്കിലും വേണം എന്നുള്ള രീതി. ഒരു വലിയ പ്രശ്നത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ ഇപ്പോൾ പിള്ളേർ വാശി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല വീടുകളിലും സംഭവിക്കുന്ന ആ വാശിയില്ലെങ്കിൽ കൊടുത്തേക്കാം, എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ അപ്പം തന്നെ ചെയ്തേക്കാം. ഇപ്പോൾ ഈ DM ഒക്കെ പോലെ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ റെഡ് റെസിപ്റ്റ് ഒന്നും നമ്മളതിന് മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇച്ചിരി സ്ട്രെസ്ഡ് ആയി തുടങ്ങുന്ന കാലഘട്ടത്തിലാണല്ലോ. അപ്പോൾ പിള്ളേരുടെ ഏതൊക്കെ വാശികൾ നമുക്ക് സമ്മതിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പാമ്പർ ചെയ്യാം? ഓക്കെ, കുട്ടികളുടെ എല്ലാ വാശികളും ഒരിക്കലും സമ്മതിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ എപ്പോഴും നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെയാണ്. നമുക്ക് എന്താണോ വേണ്ടത് അതൊരു പോസിറ്റീവ് രീതിയിൽ നമ്മൾ പറയണം. കുട്ടികളുടെ അടുത്ത് ഒരിക്കലും നോ എന്ന് പറയരുത്. ഇപ്പോൾ ഒരു കുട്ടി ഈ കൗച്ചിലിരുന്നിട്ട് ജമ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഒട്ടും അറ്റൻഷൻ സ്പാൻ ഇല്ല. അവർ കേൾക്കുന്നത് ചിലപ്പോൾ നോ ജമ്പിങ് എന്നാണെങ്കിൽ ജമ്പ് ചെയ്യാനായിരിക്കും അവർ കേൾക്കുന്നത്. നോ കേട്ടിട്ടുണ്ടാവില്ല. സീരിയസ്ലി, നോ ജമ്പിങ് ആണ് നമ്മൾ പറയണമെങ്കിൽ ജമ്പിങ്, ഓക്കെ, യു ഗോഡ് ജമ്പിങ് എന്നായിരിക്കും അവർ കേൾക്കുന്നത്. പിന്നെ നോ സെലക്റ്റീവ് ഹിയറിംഗും ആയിരിക്കും. താല്പര്യമില്ലല്ലോ. അപ്പോൾ അത് കേട്ടിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ വരുന്നതിൽ ബെറ്റർ യു സിറ്റ് ഓൺ ദ കൗച്ച് എന്ന് പറയുകയാണെങ്കിൽ, നീ ഇരിക്കുക, കൗച്ചിലൊന്ന് ഇരിക്കുക എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ ആ നോ വേർഡ്, ഒരു നെഗറ്റീവ് ഇമോഷൻസ് ഒരിക്കലും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല കുട്ടികളോട്. പോസിറ്റീവ് അഫർമേഷൻസിലൂടെ കാര്യങ്ങൾ പറയാം. അതന്നെ. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ആ കുട്ടികളുടെ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടല്ല നിൽക്കണ്ടേ. നമ്മളൊരു പോസിറ്റീവ് റിലേഷനാണ്, നമ്മൾ ഒരു നർച്ചർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ. നമുക്കൊരു പവർ സ്ട്രഗിൾ വേണ്ട, നീ ഞാൻ അങ്ങനെയല്ല. കുട്ടികൾ ഓരോ ദിവസം വലുതാവും തോറും അത് ഓരോ ഇൻഡിവിജ്വൽ ആണെന്നുള്ളൊരു സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ കുട്ടി ഒരു വാശി പിടിക്കുകയാണ് എങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിൻ്റെ ഉപരി കുട്ടീനെ ഒന്ന് ഹഗ് ചെയ്ത് നമ്മളൊന്ന് ചേർത്ത് പിടിച്ചിട്ട് കുട്ടി ഒന്ന് കാമായി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റോറി പോലെയോ ഒരു മോറൽ സ്റ്റോറി പോലെയോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റോറി പോലെയൊക്കെ പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. ഇപ്പം പിള്ളേർ ഓരോ തരമാണല്ലോ ഡോക്ടർ. അപ്പോൾ ചില പിള്ളേരോട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, 2 പിള്ളേരുള്ള വീട്ടിൽ തന്നെ മൂത്തവനോട് വഴക്ക് പറഞ്ഞാൽ മാത്രമേ അവൻ അനുസരിക്കത്തുള്ളൂ, ഇളയവളോട് വഴക്ക് പറഞ്ഞാൽ ഒറ്റ കാലത്തും അനുസരിക്കത്തില്ല, കാമായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ കൊച്ചു കേൾക്കത്തുള്ളൂ. അപ്പം എൻ്റെ സംശയം ഇതിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ്. ചിലർ പറയും ഇവനെ തല്ലിയാൽ അനുസരിക്കുകയുള്ളൂ, പക്ഷേ അവന്
തല്ലി അവനൊന്നും അനുസരിക്കത്തില്ല. അപ്പോൾ ഈ നമ്മൾ തല്ലുന്നതിൽ, കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ, അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിന് ഒരു പ്രോപ്പറായിട്ടുള്ള വഴിയുണ്ടോ? ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയും. ഇപ്പം എൻ്റെ മോൻ pre-KG പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാനും അമ്മയും കൂടെ നിൽക്കുക അവനെ പിക്കാൻ. അപ്പോൾ ഇറങ്ങി വന്ന ഉടനെ തന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് വിളിച്ചു പോടാ പട്ടി. ഞാൻ മൈൻഡ് ചെയ്തില്ല. പോകുന്ന വഴി അമ്മയെ വിളിച്ചു പോടാ പട്ടി. അമ്മയെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് നടക്കാൻ കുറച്ച് ദൂരം, ഞങ്ങൾ നടക്കുന്ന വഴിയിൽ അത്രയും മാറി മാറി ഞങ്ങളിത് വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും മൈൻഡ് ചെയ്തില്ല. വീട്ടിൽ കയറി കൊച്ചത് മറന്നുപോയി, വിട്ടു. പക്ഷെ ഇപ്പോൾ ഫ്രൈഡേ എൻ്റെ ഫാദറിനിലോ വന്ന ഉടനെ വിളിച്ചു പോടാ പട്ടി. അപ്പോൾ ഫാദറിനിലോ നീ എന്ത് കാണിക്കുന്നേ, നീ അങ്ങനെ വിളിച്ചോ, ഭയങ്കര ഗുണദോഷം. പിന്നെ ആ വീക്കെൻഡ് ഫുൾ പോടാ പട്ടിയായിരുന്നു, ഒരു രക്ഷയില്ല. പക്ഷെ തിരിച്ചു വന്നു, പിന്നെ അത് വിട്ടു. പിന്നെ ആ ഒരാഴ്ച കൊണ്ട് നമ്മളിത് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്, കാരണം അത് ഓൾറെഡി അവൻ പിന്നെയും പറഞ്ഞപ്പോൾ പ്രശ്നമാണെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് ചെയ്തു. സോ അത് പിന്നീട് ഉണ്ടായിട്ടില്ല. എൻ്റെ ചോദ്യം, ഞങ്ങൾ 2 അപ്രോച്ചിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇതിനെ ഡീൽ ചെയ്തത്. അതുപോലെ പിള്ളേരുടെ വാശികളെ ഡീൽ ചെയ്യുന്നതിന് ഒരു ജനറൽ രീതി എന്ന് പറയാൻ പറ്റുമോ? എല്ലാ പിള്ളേരും ഒരുപോലെ ആണോ? ഒരു ജനറൽ രീതി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓരോ കുട്ടിയും വ്യത്യാസമാണ്. ഇപ്പം നമുക്ക് തന്നെ, എനിക്ക് 2 മക്കളുണ്ട്. ആ 2 മക്കളും 2 എക്സ്ട്രീമിറ്റിയിൽ നിൽക്കുന്ന മക്കളാണ് എനിക്കുള്ളത്. ഒരാൾ വളരെ കാമാണ്, ഒരാൾ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു മോളാണ്. പക്ഷേ എന്ന് വെച്ചാൽ അത് നമ്മൾ ഡീൽ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മക്കളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഒരു ഹാപ്പി പ്ലേസ് ആവണം. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അവരുടെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് നമ്മളായിരിക്കണം. സോ ദാറ്റ് ഇസ് ദ തിങ് വി ക്യാൻ ഡു. നമുക്ക് എല്ലാവരെയും മാറ്റാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ ചേഞ്ച് അവർ സെൽഫ്. നമ്മൾ കുറേ നമ്മുടെ പെർസെപ്ഷനും നമ്മുടെ കാര്യങ്ങളും മാറിയാൽ തന്നെ നമുക്ക് ഒരു അടുത്ത ആളുടെ, അതായത് ഒരു കുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അവരെ നമ്മുടെ ഒരു പെർസെപ്ഷൻ മാറുമ്പോൾ തന്നെ അവരുടെ നമ്മളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ വ്യത്യാസം വരും. മനസ്സിലായോ? നമ്മൾ ആദ്യം തന്നെ കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കുട്ടി, ആ കുട്ടി നമ്മളെപ്പോലെ ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ഇമാജിനേഷനിലേക്ക് വരണം, അല്ലെങ്കിൽ നമ്മുടെ ബിലീഫിലേക്ക് വരണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലാവണം എന്നുള്ളൊരു വാശി ആദ്യം പേരൻ്റ് കളയണം. ആദ്യം നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലണം, നമ്മൾ നീൽ ഡൗൺ ചെയ്യണം. ഞാൻ എൻ്റെ തെറാപ്പിസ്റ്റുകളുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. നമുക്കൊരിക്കലും ഒരു കുട്ടീനെയോ നമ്മൾ ഇവിടെ മാറ്റാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളൊരു സോഷ്യൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു വ്യക്തിത്വം, അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ലെവലിലേക്ക്, അല്ലെങ്കിൽ സ്കില്ലിലേക്ക്, കമ്മ്യൂണിക്കേഷനും അതുപോലെ നമ്മുടെ ഓരോ സോഷ്യൽ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ അടുത്തേക്ക് കുട്ടികൾ വരുന്നത്. ആ സമയത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വാശികളും കളഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലണം. അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആ കുട്ടികൾ കൂടി ഇരുന്ന് വെറുതെ ഇരുന്ന് കളിക്കണം. രേണുവിനറിയോ, പ്ലേ തെറാപ്പി എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്നുണ്ട്. പ്ലേ തെറാപ്പി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വി ഓൾവേസ് ബിലീവ് ദാറ്റ് പ്ലേ ഈസ് ദ വർക്ക് ഓഫ് ദ ചൈൽഡ്. ഒരു കുട്ടിയുടെ വർക്കാണ് പ്ലേ. ആ പ്ലേയിലൂടെ കുട്ടി കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. കുട്ടികൾ ഇപ്പം നമ്മൾ കുട്ടിയായിട്ട് ഇരുന്ന് കളിക്കുമ്പോൾ, കുട്ടിയുടെ ഫേവറേറ്റ് ടോയ് വെച്ച് കളിക്കുമ്പോൾ ആ കുട്ടീൻ്റെ നമുക്ക് ആ ടോയിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ കുട്ടി അങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുക. ഇപ്പോൾ നമ്മളൊരു ആ ടോയ് എടുത്തിട്ട് അതിൻ്റെ കളറ് പറയാം, അതിൻ്റെ ഷേപ്പ് പറയാം, അതിൻ്റെ യൂസസ് പറയാം, അതിൻ്റെ ഫങ്ഷൻസ് പറയാം, ഇത് നമ്മളെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ ആ കുട്ടി എന്ത് ഇൻട്രസ്റ്റിലൂടെ ആയിരിക്കും ആ ടോയ് കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. സോ ദെയർ ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേ. പേരൻസ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. കുറേ ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെരി ഓണസ്റ്റ്ലി കുട്ടികളെ ശ്രദ്ധിക്കണം. പക്ഷേ കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കത്തില്ല. ഞാനിപ്പോൾ പറയുകയാണ്, നിങ്ങളെല്ലാവരും ഒരാൾ ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ അടുത്ത ആൾ ജോലി ചെയ്യാണ്ട് കുട്ടീനെ ഫുൾ ടൈം നോക്കണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി കോൺട്രവേഴ്ഷ്യൽ. അത് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ നമുക്കുള്ള സമയം നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പം പൊതുവെ പേരൻസ് ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. അവർക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മിക്ക പേരൻസും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. കാണാറുണ്ട് ഇഷ്ടം പോലെ. അതായത് എൻഡ് ഓഫ് ദ ഡേയിൽ ദേ വാണ്ട് ടു മേക്ക് ദ ചൈൽഡ് ഹാപ്പി ആൻഡ് ദേ വാണ്ട് ടു ബി ഡ്രിവൺ ഫ്രം ദ ഗിൽട്ട്. അവർക്കൊരു ഗിൽട്ട് ഉണ്ട്. മിക്ക പേരൻസിനും ഗിൽട്ട് ഉണ്ടാവുമല്ലോ, എനിക്ക് അത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കുട്ടീനെ ഹാപ്പി ആക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ കുട്ടി ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ആ കുട്ടി ഡിസേർവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ഗിഫ്റ്റ് കൊടുക്കും ടു മേക്ക് ദം ഹാപ്പി.
ബട്ട് ആ ഗിഫ്റ്റ് എന്താണ്, അതൊരു മെറ്റീരിയലിസ്റ്റിക് ആക്കാനാണ് നമ്മൾ കുട്ടീനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് ആ ഒരു ഏജിൽ 5 വയസ്സിലെ ഒരു കുട്ടി ചോദിക്കുന്ന ഗിഫ്റ്റ് ചിലപ്പോൾ ഒരു എക്സ് എമൗണ്ട് ആണെങ്കിൽ ഒരു 20 ഇയേഴ്സിൽ ആ കുട്ടി ചോദിക്കുന്ന ഗിഫ്റ്റ് ഡബിൾ എക്സ് എമൗണ്ട് ആയിരിക്കും, ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ എക്സ് എമൗണ്ട് ആയിരിക്കും. അറ്റ് സം പോയിന്റിൽ ഈ പേരൻസിന് ഇത് മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദേ വിൽ ബി ഫ്രസ്ട്രേറ്റഡ് 100%. and they will be coming to us in a negative way. ആ ഒരു സംഭവം പേരൻസ് ഇപ്പോൾ തിരിച്ചറിയുന്നില്ല. ചില മിക്ക പേരൻസും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും കുട്ടികളെ റീഇൻഫോഴ്സ്ഡ് ബേസ്ഡ് ആക്കരുത്. തെറാപ്പി അല്ല ജീവിതം. നീ എക്സാം എഴുതി ഫുൾ മാർക്ക് വാങ്ങി ഞാൻ അത് വാങ്ങിത്തരാം, നീ ഇവിടെ മാത്ത് വർക്ക്ഷീറ്റ് ചെയ്താൽ നീ അത് വാങ്ങിത്തരാം, അല്ല ഹോംവർക്ക് നന്നായിട്ട് ചെയ്യ്, മമ്മി വരുമ്പോൾ ഇത് No, you should not make it materialistic. We should not do that. Why? Because, നമുക്ക് ഒരു സമയത്ത് നമ്മളെപ്പോഴും കുട്ടികളെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയോ, we have to make them love the process what they are doing. അവരെന്നാ ചെയ്യണേന്നുള്ളത് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രോസസ്സിന് ഇഷ്ടപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു മാത്ത് വർക്ക്ഷീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മാത്ത് വർക്ക്ഷീറ്റിനെ ഇഷ്ടപ്പെടുത്താനുള്ള വഴികൾ നമ്മൾ ചിന്തിക്കണം. പാടാണ് കുറച്ച് നല്ല പറയണ പോലെ ആണെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചത്ര എളുപ്പമല്ല കേട്ടോ, ഒട്ടും എളുപ്പമല്ല. പക്ഷെ എന്താണെന്നറിയോ, അങ്ങനെ വരുന്ന കുട്ടികൾക്ക് അവരുടെ ലൈഫിൽ ഇപ്പം നേരത്തെ ചോദിച്ചില്ലേ ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന്, ആ ഒരു സംഭവമില്ലേ, നമ്മൾ ചെറിയ പ്രായത്തിൽ തൊട്ട് നമ്മൾ അവർ ചെയ്യുന്ന ഓരോ വർക്കിനെയും ഒരു പെർഫോമൻസിനെയും അവർ ലവ് ചെയ്യാൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ ഡിപ്രഷനോ അല്ലെങ്കിൽ ആൻസൈറ്റിയോ ഒന്നും ഫ്യൂച്ചറിൽ വരത്തില്ല. അവരെത്ര ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലേക്ക് കടന്നു പോയാലും. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യങ്ങളാട്ടോ ഞാനിതൊക്കെ എനിക്കും പറഞ്ഞു തരാൻ പറ്റുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ പിള്ളേരുടെ കാര്യം നമ്മളിപ്പം നന്നായി ഇപ്പോൾ പേരൻറ്റിങ്ങിനെ നല്ല പേരൻറ്റിങ് ചീത്ത പേരൻറ്റിങ് എന്നൊക്കെ പറയുന്നത് കോൺട്രവേഴ്ഷ്യൽ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എനിക്കൊരു മോനേ ഉള്ളതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ കാര്യം അറിയത്തില്ല. എപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ എൻ്റെ മോൻ ചെറുതായിരുന്നപ്പോൾ തൊട്ട് പറയുന്നതാണ്, പിള്ളേർ ഒരുമിച്ച് വളരണം. ഇപ്പം അച്ഛനും അമ്മയ്ക്ക് സമയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പിള്ളേർ ഒരുമിച്ച് വളരട്ടെ, ഒരാൾ കൂട്ടാവട്ടെ. അപ്പോൾ ഇപ്പം നമുക്ക് സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫിനാൻഷ്യലി സെക്യൂർ ആണെങ്കിലും അല്ലെങ്കിലും പിള്ളേർ ഒരുമിച്ച് വളർന്നോട്ടെ എന്നോർത്ത് കുട്ടികളാവുന്ന വീടുകളാണ് ഒരുപാടും. ഇപ്പം ഡോക്ടർ ഇത്രയും പറഞ്ഞതിൽ നിന്നും എനിക്ക് തോന്നിയ കാര്യം, നമ്മൾ ഇമോഷണലി ഓക്കെ ആവാണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങരുത് എന്ന് തന്നെയല്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, അത് എൻ്റെ ഒരു ചിന്ത തോന്നിയതല്ല, ശരിയാണത്. ശരിയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഒരു കുട്ടീനെ ആ കുട്ടിയുടെ, അതായത് ഒരു ഇൻഡിവിജ്വൽ, നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വത്തൊന്നും അല്ല. ബിക്കോസ് അവർക്ക് ഒരു 18 വയസ്സ് വരെ, ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ നിയമം പ്രകാരം ഒരു 18 വയസ്സ് വരെ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാനും അവരെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ നമുക്ക് അതിനുള്ള അർഹതയും നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അർഹത തന്നെയല്ല, ഉത്തരവാദിത്തം നമ്മൾ ചെയ്തിരിക്കണം 18 വയസ്സ് വരെ. അതെ, 18 വയസ്സ് വരെ ആ ഒരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചിലവ് കൊടുക്കേണ്ട വന്ന ചിലവിനൊക്കെ കൊടുക്കാം. പക്ഷെ അതിന് ശേഷം ഒരു കുട്ടീനെ, ആ കുട്ടി മുതിർന്ന ഒരാളായി ആ കുട്ടി ഒരു ഇൻഡിവിജ്വൽ ആവുകയാണ് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ഒരു കുട്ടി, അതായത് ആ കുട്ടി ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആ ഒരു സമയം, അതായത് അവിടെ ഒരു ഗോൾഡൻ അവേഴ്സ്, നമ്മൾ ഏർലി ഇൻ്റർവെൻഷനിസ്റ്റൊക്കെ 0 to 7 ഇയേഴ്സ് ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുന്നത് ഒരു കുട്ടീൻ്റെ ലൈഫിൽ. ആ ഒരു ഗോൾഡൻ അവേഴ്സിലൊക്കെ നമുക്ക് നന്നായിട്ട് നർച്ചർ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അതിനുള്ള ടൈമില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ജീവിത സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ ബെറ്റർ ഡോണ്ട് ഗോ ഫോർ ദാറ്റ് ഡിസിഷൻ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് എനിക്ക് പല കുട്ടികളും, ഇപ്പോൾ ഞാനത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല, മിക്ക പേരൻസിൻ്റെയും സിറ്റുവേഷൻസ് വളരെ ഡിഫറെൻ്റ് ആണ്, ഓരോ ഒഫെൻസീവായിട്ട് പറയുന്നതല്ല. പക്ഷേ എനിക്ക് പലപ്പോഴും എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കുഞ്ഞു മക്കളെയൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകുന്ന പേരൻസിൻ്റെയൊക്കെ കാര്യങ്ങൾ. വളരെ അത് വെരി കോൺട്രവേഴ്ഷ്യൽ ഒന്നും ആവരുത്, ഐ എം വെരി പ്രാക്ടിക്കലി സ്പീക്കിംഗ്. ചില അവർക്ക് എത്ര ഒരു അഫെക്ഷൻ കൊടുക്കേണ്ട ഒരു സമയമാണ്. ഒരു ഗ്രാൻഡ് പാരൻറ്റിനോ അല്ലെങ്കിൽ ഒരു കെയർ ടേക്കറിനോ ആ ഒരു അഫെക്ഷൻ കൊടുക്കാൻ പറ്റുമോ? So better don't go for that decision if you are not able to do it, or if you are not able to commit it to, because it's a responsibility. Being parenting is not a silly job, it's a great responsibility. If you are not able to take it for 18 years, that is a commitment. നമ്മളിപ്പോൾ പ്രൊഫഷണലി ഒരു ബോണ്ടൊക്കെ എഴുതൂലേ, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഫഷണൽ ബോണ്ടിങ് പോലെയാണ്. അത് ചെയ്യാൻ പറ്റുന്ന ആൾ മാത്രം അത് ചെയ്താൽ മതി. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് നമുക്ക് കുട്ടികൾ വേണം അല്ലെങ്കിൽ സിബ്ലിങ്സ്
വേണം അങ്ങനെ നെസസറി അല്ല. നമ്മൾ പക്ഷേ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ കുട്ടീനെ സോഷ്യൽ ലിവിങ് ബീങ് ആയിട്ട് മാറ്റണം. അതിനുള്ള സോഷ്യൽ സ്കില്ല് ആ കുട്ടിക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ, ബിക്കോസ് ദൈവം കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എല്ലാം ഡിഫറെൻ്റ് ആണ്. എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ ആ പൊട്ടൻഷ്യലിനെ മാക്സിമം റീച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്നോളം അത് റീച്ച് ചെയ്യിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനകത്ത് നമുക്ക് എസ്കേപ്പ് അടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടിക്ക് എത്ര വയസ്സ് വരെയാണ് മസ്റ്റായിട്ടും പേരൻസ് കൂടെ വേണ്ടത്, അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സിൻ്റെ അടുത്തോട്ട് ഏൽപ്പിക്കുവാണെങ്കിൽ അത് ഏത് ടൈം തൊട്ടാക്കാം? ഞാൻ ചോദിക്കുന്നത് ഈ 24 hours നോട്ടമാണ്. അപ്പം ഒരു കുട്ടിക്ക് ഏത് പ്രായം വരെ മസ്റ്റായിട്ടും അപ്പനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ വേണം? ഒരു 24 hours ആണെങ്കിൽ അപ് ടു 6 months, ബിക്കോസ് അപ് ടു 6 months ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മദർ ഒരു 6 months വരെ ഒരു 24 hours ഏറ്റവും കൂടുതൽ കുട്ടിയുടെ അടുത്ത് വേണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡിസ്ക്ലൈമറാണ് വേറെ കാര്യങ്ങളൊക്കെ, അവരുടെ ഫിനാൻഷ്യലും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്നിരുന്നാലും അപ് ടു 6 months ഒരു ബേബിയുടെ അടുത്ത് ആ കുട്ടിയുടെ മദർ എന്താണെങ്കിലും കൂടെ വേണം. അത് ആ കുട്ടിയുടെ കുറേ അതായത് അപ്പാർട്ട് ഫ്രം ബ്രസ്റ്റ് ഫീഡിങ് ആ കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്ങിനും ആ ഒരു കണക്ഷൻ ബിൽഡിങ്ങിനും ആ ഒരു ബോണ്ടിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിയെ 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 കുട്ടിയുടെ ഓരോ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ആ ഒരു ഡിപ്പെൻഡൻസി കുറച്ച് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ ഡോക്ടർ, ഈ കുട്ടികളുടെ ബിഹേവിയറും ഫുഡുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ്? ഞാൻ കേട്ടിട്ടുണ്ട് ഗട്ട് ഹെൽത്തിൻ്റെ കാര്യങ്ങൾ പിള്ളേരെ അഫക്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ പിള്ളേരുടെ ഡയറ്റ് ഒരു വലിയ പ്രശ്നമാണെന്നൊക്കെ. അപ്പം എത്രത്തോളം ബിഹേവിയറും ഡയറ്റും കണക്റ്റഡ് ആണ്? ഒബ്വിയസ്ലി കണക്റ്റഡ് ആണ്. അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പുറത്തുനിന്നൊരു ഫുഡ് കഴിച്ചു, അത് നമുക്കൊരു ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി, നമ്മുടെ ബിഹേവിയറിനെ അത് അഫക്റ്റ് ചെയ്യില്ലേ? നമുക്ക് എങ്ങനെ നന്നായിട്ട് സുഖമില്ലെങ്കിലേ അസ്വസ്ഥത നമുക്കെങ്ങനെ നമ്മുടെ ക്വയറീസ് അല്ലെങ്കിൽ നമ്മുടെ ജോബൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും? ഇല്ല, ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതായത് ഒരു ഗ്യാസ് ട്രബിൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അതൊരു ഹെഡേക്ക് ആവും, അല്ലെങ്കിൽ വേറെ പല ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വോമിറ്റിംഗ് സെഷൻ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളിലേക്ക് വരും. സോ ഈ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ എന്താ പറയണ ഈ ഡൈജഷൻ നടന്നിട്ട് ഈ ബ്രെയിൻ, അതായത് ബ്ലഡിൽ കാര്യങ്ങളൊക്കെ നടന്ന് അത് ബ്രെയിനിലേക്ക് ചെന്നിട്ട് ഓരോ കാര്യങ്ങളും, അതായത് ബ്രെയിനും സ്റ്റിമുലേറ്റഡ് ആവുന്നതൊക്കെ ഈ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആവണം. അതുകൊണ്ടാണ് നല്ല ഭക്ഷണങ്ങൾ, അതായത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയണത്. ഭയങ്കര ഷുഗർ കണ്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ഇവരുടെ ഗട്ടിൽ നിന്ന് ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ഇത് ഓവർ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആവുന്നുണ്ട് ഈ കുട്ടികൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റെസ്റ്റ്ലെസ്നെസ് കൂടുതൽ വരുന്നത്, ബിക്കോസ് കുട്ടികൾ എക്സ്പോഷർ കൂടുതലാണ് ഈ ചോക്ലേറ്റ്സ്. നമ്മളൊക്കെ എങ്ങനെയാണ്, ഇപ്പം ഞാനൊക്കെ എൻ്റെ ഒരു ലൈക്ക് 2nd സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 3rd സ്റ്റാൻഡേർഡിലൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ വൺസിനെ വായിൽ എനിക്കൊക്കെ ചോക്ലേറ്റ് കിട്ടുക. ഡോക്ടർക്ക് കിട്ടിയോ? എൻ്റെ 10th ക്ലാസ് കഴിഞ്ഞിട്ടാ എൻ്റെ ഓർമ്മയിൽ നല്ലൊരു ചോക്ലേറ്റ് കിട്ടുന്നത്. അതെ, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കുട്ടികൾക്ക്. ഇപ്പോൾ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, സിന്തറ്റിക് ആയിട്ടുള്ള ഫുഡ്സ്, അതുപോലെ ടേസ്റ്റ് മേക്കേഴ്സ് ഉള്ള ഫുഡ്സൊക്കെ ഡെയിലി ബേസിസിലാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അതുപോലെ ഹൈ ഷുഗർ കണ്ടൻ്റ് ഉള്ള ഫുഡ്, ഇതൊക്കെ ഡെയിലി ബേസിസിൽ കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇവർ കഴിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു എന്ത് നടക്കട്ടെ അതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഭക്ഷണം, അതായത് ഈ ഭക്ഷണം ചെന്ന് ഗട്ടിൽ, ഇപ്പോൾ ഇവിടെ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ഉള്ള കുട്ടിയുടെ കാര്യങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇവരുടെ ഗട്ടിലുള്ള ബാക്ടീരിയാസൊക്കെ ഒരു കുറവായിരിക്കും, അതായത് അവരുടെ ഫ്ലോറ വളരെ കുറവായിരിക്കും. അത് ഇപ്പോൾ നല്ല ബാക്ടീരിയ വേണം നല്ലൊരു ഡൈജഷന് വേണ്ടി. പക്ഷേ ഈ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ലൈക്ക് ഓട്ടിസം ഒക്കെ വരുമ്പോൾ, ഓട്ടിസം പോലെയുള്ള ഡെവലപ്മെൻറ്റൽ ഡിലേസിലൊക്കെ ഈ കുട്ടികളുടെ ഗട്ട് നമ്മുടെ പോലെ പ്രോപ്പർ ആയിരിക്കത്തില്ല. അങ്ങനെ പ്രോപ്പർ ആവാണ്ടിരിക്കുമ്പം അവർ കഴിക്കുന്ന ചെറിയൊരു ഷുഗർ ആണെങ്കിൽ പോലും അത് കറക്റ്റായിട്ടുള്ള ഡൈജഷൻ നടക്കത്തില്ല. അങ്ങനെ നടക്കാതിരിക്കുമ്പം ഇത് ഒബ്വിയസ്ലി ഇത് എന്താ പറയുക, കിട്ടഭാഗം പുറത്തേക്ക് പുറന്തള്ളണം. പക്ഷേ കിട്ടഭാഗം പുറത്തേക്ക് പുറന്തള്ളാതെ ഇരിക്കുമ്പോൾ ഇതൊരു ടോക്സിനായിട്ട് മാറുകയാണ്. ഈ
ടോക്സിൻസ് എന്ത് ചെയ്യും, ഈ ടോക്സിൻസ് ബ്ലഡിലേക്ക് കലരും, ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യല്ലേ, അത് നേരെ പോയിട്ട് ബ്രെയിനിൽ ചെല്ലും. ഈ ബ്രെയിനിൽ ചെല്ലുമ്പോൾ ഈ ടോക്സിൻസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് ക്രോസ് ചെയ്ത് ബ്രെയിനിൽ ചെന്ന് ഈ കുട്ടികളുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഓവർ സ്റ്റിമുലേറ്റഡ് ആക്കുകയും അതുപോലെ ഇത് കുട്ടികൾക്ക് ഈ അതായത് കയ്യിലേക്കും കാലിലേക്കും കൂടുതൽ ബ്ലഡ് സപ്ലൈ വന്ന് ഭയങ്കര റെസ്റ്റ്ലെസ് ആവും ഇവർ. അതുകൊണ്ടാണ് ഈ ഹൈ ഷുഗർ ഇൻടേക്ക് കുട്ടികളിൽ വളരെ ലിമിറ്റ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ ഈ ഓട്ടിസം പോലെയുള്ള ന്യൂറോ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മുടെ ഡോക്ടർ ഭീമ ക്ലിനിക്കിൽ ഡയറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡയറ്റ് പ്ലാൻ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു 80% നല്ല വ്യത്യാസം, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാറുണ്ട് അവരുടെ ബിഹേവിയറിൽ. ഞാൻ ഒരു സ്ഥലത്തും കേൾക്കാത്തൊരു കാര്യമാണ് ഫീഡിങ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഫീഡിങ് തെറാപ്പി എന്ന് പറയുമ്പോൾ ഡോക്ടർ ഭീമ ക്ലിനിക്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഡോക്ടർ? അതെന്താന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 months ഒൺലി ബ്രസ്റ്റ് ഫീഡിങ്ങാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 6 months കഴിയുമ്പോൾ നമ്മൾ സെമി സോളിഡ് ഗ്രാജുവലി ഇവൻച്വലി നമ്മൾ സെമി സോളിഡ് പിന്നെ സോളിഡിലേക്ക് ഒക്കെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സ് ഉള്ള ഫുഡൊക്കെ കൊടുക്കും. അലർജൻസ് ഒക്കെ നോക്കിയിട്ട് ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സ് ഉള്ള ഫുഡൊക്കെ കൊടുക്കും. ചില കുട്ടികൾ ബിക്കോസ് ഓഫ് സം സെൻസറി ഡിഫിക്കൽട്ടീസ്, അത് ഈ ഡെവലപ്മെൻറ്റൽ ഡിലേസിലുള്ള കുട്ടികൾ അല്ലാതെ സെൻസറി ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളുണ്ട്. അങ്ങനെ ഉള്ള കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണം കയ്യിലാവുന്നത് ബുദ്ധിമുട്ടാണ്. ചില കുട്ടികൾക്ക് ഡ്രൈ ആയിട്ടുള്ള, അതായത് ഉണക്ക ഭക്ഷണങ്ങൾ, അതായത് കറി കൂട്ടി കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, കറി കയ്യിലാവില്ല. അതുപോലെ നാക്കിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ ചുണ്ടിൽ പറ്റുമ്പോഴൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട്, അവർക്കൊരു ഗാഗിങ് റിഫ്ലെക്സ് ഒക്കെ വരും, അല്ലെങ്കിൽ അങ്ങനെ വോമിറ്റിംഗ് സെൻസേഷനൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ ഫീഡിങ് തെറാപ്പി നമ്മുടെ ക്ലിനിക്കിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്ത് അവരുടെ, ബിക്കോസ് നമുക്കറിയാം ഫീഡിങ് അല്ലെങ്കിൽ സെൽഫ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അച്ചീവ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. ഒരു പ്രീ സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഒരു കുട്ടി ആ കുട്ടിയുടെ ലൈഫിൻ്റെ അഡാപ്റ്റീവ് ബിഹേവിയറിൽ അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ലിവിങ് സ്കില്ലിൻ്റെ ഒരു ബേസിക് സ്കില്ലാണ് സെൽഫ് ഫീഡിങ് എന്നുള്ളത്. അത് നമ്മുടെ ഓരോ കൾച്ചറും ഓരോ പ്ലേസ് അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ഫുഡ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത് ആ ഭക്ഷണങ്ങളൊക്കെ കുട്ടീനെ അപ്രോപ്രിയേറ്റ് ആയിട്ട്, അല്ല എല്ലാം കഴിപ്പിക്കണം എന്നല്ല, എന്നാലും കുട്ടിയുടെ നറിഷ്മെൻറ്റിനും കുട്ടിയുടെ ന്യൂട്രീഷനൊക്കെ ബേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ കുട്ടിക്ക് ഓരോ ടെക്സ്റ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഫീഡിങ് തെറാപ്പിയിലൂടെ നമ്മൾ അവെയിൽ ചെയ്ത് അവരുടെ സെൽഫ് ഫീഡിങ് സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ സ്കൂളെന്ന് പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടാണല്ലോ പോകുന്നത്. അപ്പം സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം ഞാൻ പല ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പോഡ്കാസ്റ്റുകളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം ചില പ്രത്യേക വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട്, ഇപ്പം സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് എല്ലാ പിള്ളേർക്കുള്ളൊരു പ്രോഗ്രാമാണോ, അതെന്താ ക്ലിനിക്കിലുള്ള പ്രോഗ്രാം? ഓക്കെ, അത് ആക്ച്വലി ഒരു ബേസിസ് ഉണ്ട് ആക്ച്വലി. ഫസ്റ്റ് തന്നെ ഇപ്പം മിസ് രേണു നേരത്തെ ചോദിച്ചതുപോലെ നമുക്ക് കുട്ടികളുടെ അമിതമായിട്ടുള്ള കുസൃതി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വാശി, ഇങ്ങനത്തെ കുട്ടികൾ നമ്മൾ തന്നെ ഫോർകാസ്റ്റ് ചെയ്യും. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും ടീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ. പേരൻസിന് ഫ്രീക്വൻറ്റ് കംപ്ലയിൻറ്റ്സ് കിട്ടാനേ സമയം ഉണ്ടാവുള്ളൂ. അതെ, ആ ഒരു സമയം ഉണ്ടാവുള്ളൂ. പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ. അങ്ങനെയുള്ള കുട്ടികളെ നമ്മളൊരു ഗ്രൂപ്പ്, അതായത് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു പിയർ ഗ്രൂപ്പൊക്കെ പോലെ ആക്കിയിട്ട് അവരുടെ ബിഹേവിയറൊക്കെ നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്ത് ഇൻഡിവിജ്വൽ തെറാപ്പിയൊക്കെ കൊടുത്ത് ഒന്ന് റെഡ്യൂസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗ്രൂപ്പിലിട്ട് ഏകദേശം ഒരു സ്കൂൾ എൻവയൺമെൻറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് റൂം സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടീച്ചറും കുറച്ച് കുട്ടികളെന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കും. ഓക്കെ. അപ്പോൾ പിള്ളേർ ഓൾറെഡി ഇതാണ് ഇനി ഞാൻ പോകാൻ പോകുന്ന എൻവയോൺമെൻറ്റ് എന്നുള്ളത് അവെയറാണ്. അതെ, അവെയർ ആക്കിയെടുക്കും. അങ്ങനെ അവെയർ ആക്കിയെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ എല്ലാ കുട്ടികൾക്കും ആവശ്യമില്ല, പക്ഷെ അമിതമായിട്ടുള്ള കുസൃതി, അമിതമായിട്ടുള്ള ദേഷ്യം, അതുപോലെ സംസാരം കുറച്ച് കുറവ്, ഇങ്ങനത്തെ കുട്ടികൾക്കൊന്നും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സ്കൂളിലേക്ക്, ഒരു സ്കൂൾ എൻവയൺമെൻറ്റിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു പ്രിപ്പറേറ്ററി സെഷനാണ് നമ്മൾ കൊടുക്കണേ. അങ്ങനെ കൊടുക്കുമ്പോൾ എന്നാന്ന് വെച്ചാൽ അവരൊരു 4 വയസ്സിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ വിൽ ബി പക്ക പെർഫെക്റ്റ്, ദേ ക്യാൻ ഡൂ ഇറ്റ്. ബിക്കോസ് അവർക്ക് എന്തെങ്കിലും സ്കില്ല് ഡെഫിസിറ്റ് ഉണ്ടെങ്കിലും നമ്മളത് കോപ്പപ്പ് ചെയ്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് 4 വയസ്സാകുമ്പോൾ മറ്റു കുട്ടികളെ പോലെ തന്നെ സ്കൂളിലേക്ക് ഇരിക്കുകയും ആ ഒരു എൻവയൺമെൻറ്റിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയും അതുപോലെ ആ സ്കൂളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ രണ്ടാമത്തെ ഒരു കേസ് ഈ സ്കൂൾ റെഡിനെസ് വരുന്നത്, അതായത് ഇപ്പം നമ്മൾ എത്ര അവയർനെസ് കൊടുത്താലും ചിലവർ കൊണ്ടേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പോൾ
4 വയസ്സാകുമ്പോൾ LKG കുട്ടികൾ പോകുമല്ലോ. അങ്ങനെ 4 വയസ്സാകുമ്പോൾ ഒരു കുട്ടി LKG പോകുന്ന സമയത്ത് കുട്ടികൾക്ക് അഡ്മിഷൻ ടൈമിൽ തന്നെ ചിലപ്പോൾ റിജക്റ്റ് ആവും. ബിക്കോസ് ആദ്യത്തെ ദിവസം തന്നെ സ്കൂളിൽ ടീച്ചേഴ്സിന് മനസ്സിലാവും ഈ കുട്ടീനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല, ഒതുങ്ങത്തില്ല. അതെ, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ലെന്ന് കുട്ടിക്ക് പേരൻസിനെക്കാളും ഉപരി ടീച്ചേഴ്സിന് മനസ്സിലാവും. ഫസ്റ്റ് ഡേ ഓഫ് സ്ക്രീനിങ് ഇൻ്റർവ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ തന്നെ അതായത് അവരുടെ ഉള്ള ടീം മെമ്പേഴ്സ് പറയും ഈ കുട്ടീനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ കുട്ടി ഒരു നോർമൽ കുട്ടിയല്ലേ എന്ന് വെച്ചാൽ നോർമൽ കുട്ടിയാണ്. പക്ഷേ ഒരു നോർമൽ കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ നോർമൽ കുട്ടിയല്ല. ഇൻ ദ സെൻസ് ഓഫ് ബിഹേവിയർ, ഇൻ ദ സെൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ്. മനസ്സിലായോ? അവിടെയില്ല. സ്പെഷ്യൽ സ്കൂളിൽ വിടേണ്ട ഒരു കുട്ടിയുമല്ല, എന്നാൽ സ്കൂളിൽ ഇരിക്കാനും സാധിക്കുന്നില്ല. കുറേ കേസസ് വരുന്നുണ്ട്. അഡ്മിഷൻ ടൈമിൽ കുറേ കേസസ് വരുന്നുണ്ട്. അപ്പോൾ പേരൻസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ ആ സ്കൂൾ എടുത്തില്ലെങ്കിൽ അവർ ആ സ്കൂളിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ട് അടുത്ത സ്കൂളിലേക്ക് ചെല്ലും. അവിടെയും എടുക്കില്ല. ബിക്കോസ് എങ്ങനെ എടുക്കാനാ? അങ്ങനെ അവർ കീപ്പ് ഓൺ, ദേ വിൽ ട്രൈങ് ഔട്ട് ഇൻ ഡിഫറെൻറ്റ് സ്കൂൾസ്. ലാസ്റ്റ് ദേ വിൽ കം ടു അസ്. പറയും ഇങ്ങനെ ഡോക്ടറെ ഇങ്ങനെ സ്കൂളിലൊന്നും എടുക്കുന്നില്ല, കുട്ടിക്ക് നല്ല ബിഹേവിയർ പ്രശ്നമുണ്ട്, കുട്ടി ഇരിക്കുന്നില്ല, അവർ ഇൻ്റർവ്യൂവിന് ചോദിച്ചപ്പോൾ ഇരുന്നില്ല. വേണമെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിന് ചെന്ന് ആ ഒരു സ്ഥലത്ത് തന്നെ ആ കുട്ടി കണ്ടുപിടിക്കാത്ത ഒരു സാധനം ഉണ്ടാവില്ല. അത്ര സാധനങ്ങൾ വലിച്ചിട്ടിട്ടുണ്ടാവും ആ ഒരു 5-10 മിനിറ്റ്സിൽ. അത്ര റെസ്ലെസ് ആയിരിക്കും. അപ്പോൾ തന്നെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും കൺക്ലൂഡ് ചെയ്യും ഈ ചൈൽഡിനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവരൊരു ഹോൾ ക്ലാസ് നോക്കുവാണല്ലോ. അല്ലെങ്കിൽ ഒരാളും ചിലപ്പോൾ ഒരു അസിസ്റ്റന്റ് ടീച്ചർ ഉണ്ടാവും. ഇവർക്ക് എങ്ങനെ ഒരു കുട്ടീനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? സാധിക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ വരുമ്പോഴും സെക്കൻഡ് സിനാറിയോയിൽ നമുക്ക് കുട്ടികൾ വരാറുണ്ട്. ഡോക്ടറെ ഇങ്ങനെ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നതിന് റെസ്പോണ്ട് ചെയ്തില്ല, അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിലും എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, എൻ്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ആ കുട്ടീനെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ വിടേണ്ട ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ സ്പെഷ്യൽ സ്കൂളിൽ വിടേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ നമുക്കത് സജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ കുട്ടി ബാക്കി എല്ലാ സ്കില്ലും നോർമലായിരിക്കും. പക്ഷേ ബിക്കോസ് ഓഫ് ദ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് ലാക്ക് ഓഫ് സ്റ്റിമുലേഷൻ, ആസ് ഐ ഓൾറെഡി സെഡ്, ഇങ്ങനെ ഓവർ സ്റ്റിമുലേഷൻ കാരണം കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല, റെസ്റ്റ്ലെസ് ആയിരിക്കും. അങ്ങനത്തെ കുട്ടികളെയും നമ്മൾ ഈ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിലേക്ക് ഇടുകയും ആവശ്യമാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇൻഡിവിജ്വൽ തെറാപ്പിയൊക്കെ കൊടുത്ത് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിയർ ഗ്രൂപ്പിലിടും. അത് കഴിഞ്ഞിട്ട് സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിലിടും. ഇങ്ങനെ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിലിട്ട് നമ്മൾ ഏകദേശം ഒരു സിമുലേഷൻ എൻവയൺമെൻറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഓരോ സിറ്റുവേഷൻസ് കൺട്രൈവ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് ഈ കുട്ടീനെ എന്ത് ചെയ്യും, സ്കൂളിലേക്ക് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഒരു 6 മന്ത്സിലൊക്കെ പിന്നെ സ്കൂളിൽ പോകും, നല്ല മിടുക്കരായിട്ട് പഠിക്കും. ഇത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിപ്പം ഡോക്ടർ പറഞ്ഞ പോലെ അല്ലാത്ത IEP കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഈ IEP കുട്ടികളെ ശരിക്കും സ്കൂളിൽ കൊണ്ടുവിടുന്ന സമയത്ത് അത് സ്കൂളിൽ നോക്കാനുള്ള ബുദ്ധിമുട്ട്, അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി അല്ലേ, IEP പിള്ളേരെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ അവർക്കുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കും IEP പ്ലാൻ അനുസരിച്ച്, അതായത് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ അനുസരിച്ചിട്ട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പോലെ അല്ലെങ്കിൽ റെമഡിയൽ ടീച്ചിങ് പോലെയൊക്കെ നമ്മൾ ഓരോ കുട്ടികളുടെ അവരുടെ സ്കില്ല് അനുസരിച്ചിട്ട്, അവരുടെ എബിലിറ്റീസ് അനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻസ് ഇടുകയും എന്തൊക്കെയാണോ സ്കൂളിൽ പഠിക്കേണ്ടത്, സ്കൂളിലെ കരിക്കുലം വെച്ചിട്ട് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊരു അവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഓരോ ലേണിംഗ് ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഏതിലാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ആ കുട്ടിക്ക് ലേണിംഗ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കി അതനുസരിച്ചിട്ട് ഇവരെ പഠിപ്പിക്കാൻ. പക്ഷെ അത് ഏത് പ്രായം വരെ? നമ്മൾ കുഞ്ഞു പിള്ളേരെ അത് പഠിപ്പിച്ച് വിട്ടിട്ട് കാര്യമില്ല, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും അണ്ടിൽ ദേ ക്യാൻ ലേൺ ഫ്രം ദ നോർമൽ സ്കൂൾ. ഓക്കെ, അപ്പം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അപ്പോൾ അതായത് 2, 3, 4 വയസ്സുള്ള പിള്ളേർ മാത്രമല്ല. ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാനിൽ വരുന്നത് ഒരു 4 വയസ്സൊക്കെ തൊട്ടുള്ള കുട്ടികളായിരിക്കും. ഏതുവരെ എന്ന് വെച്ചാൽ നമ്മൾ പ്രായം വരെ, ലൈക്ക് ഒരു ഏകദേശം ഒരു ഏജ്. ഇപ്പോൾ ആ കുട്ടിക്ക് നോർമൽ എൻവയൺമെൻറ്റിൽ നിന്ന്, അതായത് നോർമൽ ടീച്ചേഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നോർമൽ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ പോലും പേരൻസ് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്താൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുവരെ നമ്മളൊന്ന് റെഡിയാക്കി വിടും. എന്നുവെച്ചാൽ അവർക്ക് പഠിക്കാനും ഗ്രാസ്പ് ചെയ്യാനും. ഇവർക്ക് എന്താണെന്ന് അറിയാം, നമ്മൾ ഈ കുട്ടികളുടെ സംബന്ധിച്ചിടത്തോളം ഓരോ കുട്ടികളുടെ ഓരോ സ്കില്ലെന്ന് പറഞ്ഞാൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്താൽ ആ കുട്ടികളുടെ കോൺഫിഡൻസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ അവർ മച്ച് ബെറ്റർ ആവും.
നമുക്കിപ്പം എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ അക്കാഡമിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറവുള്ള കുട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാശിയുള്ള കുട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കുസൃതിയുള്ള കുട്ടികളായിക്കോട്ടെ, ഇതെല്ലാം ഓരോ കുട്ടികൾ കാണിക്കുന്ന ഓരോ സിംറ്റംസാണ്. ഇതിൻ്റെ പുറകിലൊരു റീസൺ ഉണ്ടാവും. ആ റീസൺ നമ്മൾ കണ്ടുപിടിച്ച് ആ റീസണെ നമ്മളൊന്ന് ഇറാഡിക്കേറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് ഇവരുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാം നല്ല സൂപ്പറല്ലേ. എങ്കിലും ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മൾ പോകുന്നതിന് മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നതും കൂടി ഇതാണ്. ഞാൻ കേട്ടിട്ടുള്ളൊരു ഡയലോഗാണ്, നമ്മൾ പിള്ളേരോട് അവർ ചോദിക്കുന്നതിനൊക്കെ നോ പറഞ്ഞിട്ടുണ്ടേ അവർക്ക് നമ്മളോട് ദേഷ്യമായി വെറുപ്പായി, ഇതൊക്കെ വലുതായി കഴിയുമ്പോൾ എല്ലാവരും ശരിയായിക്കോളും, പിള്ളേർ എന്തെങ്കിലും അങ്ങ് പറഞ്ഞ് അങ്ങ് സമ്മതിച്ച് കൊടുത്തേരെ. അതായത് നോ ഞാൻ പറയത്തില്ല. ഇത് ഞാൻ നേരിട്ടൊരാളുടെ വായിന്ന് കേട്ടിട്ടുള്ളതാണ്. അപ്പം നോ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്നെ സ്നേഹിക്കത്തില്ല എന്ന് കരുതുന്ന മാതാപിതാക്കളോട് ഇത്രയും വർഷം ഇത്രയും പിള്ളേരെ കണ്ട ബിഹേവിയർ ഇത്രയും അനലൈസ് ചെയ്യുന്ന അവരെ സഹായിക്കുന്ന ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? നോ പറയുന്നതിന് പകരം നമ്മളുടെ ആവശ്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പറയാൻ നമ്മൾ പഠിക്കണം. ആസ് എ പാരൻറ്റ്, ഇപ്പോൾ ഒരു കുട്ടിയുടെ ഇപ്പം ഒരു കുട്ടി എനിക്കുണ്ടായി, ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും ഒരു ന്യൂ പാരൻ്റാണ്. അപ്പോൾ അടുത്ത കുട്ടി ഉണ്ടാകുമ്പോഴും നമ്മളൊരു ന്യൂ പാരൻ്റാണ്. ബിക്കോസ് കുട്ടികളെല്ലാം വ്യത്യാസമുണ്ട്. കുട്ടികളുടെ മനസ്സിലാക്കുന്ന രീതികൾ, കുട്ടികളുടെ എബിലിറ്റിയുടെ, കുട്ടികളുടെ സ്കില്ല്, കുട്ടികളുടെ ക്യാരക്ടർ, കുട്ടികളുടെ ബിഹേവിയർ എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടീനെ മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ വിൻ ചെയ്യേണ്ടത്. വി ഹാവ് ടു റിയലി ലവ് ആൻഡ് വി ഹാവ് ടു ഓൾവേസ് ലവ് ദ വേ ദേ ആർ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, കൂടുതലും നമ്മൾ ഒരു കുട്ടീനെ എനിക്ക് എപ്പോഴും പേരൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ നോ പറയുന്നേക്കാളും കൂടുതൽ നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് നിങ്ങളുടെ കുട്ടീനെ. നിങ്ങളൊന്ന് ചിന്തിച്ച് ഓക്കെ, ഇപ്പോൾ ഈ കുട്ടി നിങ്ങളുടെ അടുത്ത് കമ്പയർ ചെയ്യാണ്, അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടീൻ്റെ ഡാഡി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഹേർട്ടാവും? നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല അല്ലേ? അല്ലെങ്കിൽ രാമിൻ്റെ ഡാഡി ഇങ്ങനെ അവിടെ കൊണ്ടുപോയി, അല്ലെങ്കിൽ പിസ്സ വാങ്ങിച്ചു കൊടുത്തു, വൈ മൈ ഡാഡി ഈസ് നോട്ട് ഡൂയിങ് ദാറ്റ്? ദെൻ അത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറ്റും. നിന്റെ മാർക്ക് എന്താ രാമിൻ്റെ മാർക്കിൻ്റെ അത്ര ഇല്ലാത്ത? വി ഷുഡ് നെവർ ഡു ദാറ്റ്. നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് ആ കുട്ടീനെ ഇപ്പോൾ എന്തോരം ഹേർട്ട് ചെയ്യണുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പാരൻറ്റിങ് ഭയങ്കര ലവ്ലി ആയിട്ടുള്ളൊരു ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. പറ്റുന്നവർക്കും അതനുസരിച്ച് ഇൻ്റലക്റ്റ് വർക്ക് ചെയ്യണം. അതായത് ഒരിക്കലും ഒരു പവർ സ്ട്രഗിൾ അല്ല, ഒരു ഫിസിക്കൽ സ്ട്രഗിൾ അല്ല. മിക്ക പേരൻസ് ഓർത്തിരിക്കുന്നത് ഒരു ഫിസിക്കൽ സ്ട്രഗിളാണെന്നാണ്. എനിക്ക് ഇച്ചിരി തടിയും പൊക്കവും വണ്ണമൊക്കെ ഉണ്ട് കൊച്ചിനേക്കാളും, അതുകൊണ്ട് ഞാൻ വിജയിക്കണം, ആ ഒരു സംഭവം അവിടെ നടക്കില്ല. കുട്ടികളും ഒരു ഇൻഡിവിജ്വലാണ്. കുട്ടികൾക്ക് കുട്ടികളുടെ സ്പേസ് കൊടുക്കണം. കുട്ടികളെ വളർത്തിയെടുക്കേണ്ട രീതി അങ്ങനെയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ കൂടുതലാണ്. കുട്ടികളെ ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ആക്കാതിരിക്കുക. അതുപോലെ കുട്ടികളെ ലവ് ചെയ്യുക. നമുക്ക് പറ്റുന്നോളം, നമുക്ക് കൊടുക്കാൻ പറ്റുന്നോളം ഉള്ള ഒരു ക്വാളിറ്റി ടൈം അവരായിട്ട് സ്പെൻഡ് ചെയ്യുക. നാളത്തേക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും നീക്കി വെക്കാതിരിക്കുക. ബിക്കോസ് ഈ ഒരു ടൈമിൽ മാത്രമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, 13 years അല്ലെങ്കിൽ 14 years ഒക്കെ കഴിഞ്ഞിട്ട് മിക്ക പേരൻസും പിന്നെ കുട്ടികളെ ഒന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ അതാണല്ലോ ടൈം. എല്ലാവരും വിചാരിക്കണം ബാല്യം കഴിഞ്ഞല്ലോ ഇനി നന്നാക്കാം. അത് നടക്കത്തില്ല. ഇല്ല, ശരിയാണ്. ഇപ്പം ഞാനൊരു തിയറി പോലെയല്ല, അത് ജസ്റ്റ് പറയാം, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഒരു 0 to 7 years കുട്ടികളെ അടിക്കാതിരിക്കുക. ചില ഞാൻ പറഞ്ഞല്ലോ ടാൻട്രംസ് ഉണ്ടാവും, കുഞ്ഞടിയൊക്കെ ഓക്കെയാണ്, ചെറിയ അടിയൊക്കെ ഓക്കെയാണ്. പക്ഷേ കുട്ടികളുടെ ടാൻട്രംസ് ഉണ്ടാവും. ആ ടാൻട്രംസ് ഉള്ള പ്രായത്തിൽ നമ്മൾ മനസ്സിലാക്കുക, അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ അത്ര ബുദ്ധിയൊന്നും ഇല്ല അവർക്ക്. നമ്മളെപ്പോലെ ചിന്തിച്ച് നമ്മൾ വിചാരിക്കുന്ന കാര്യം അവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു മനസ്സിലാക്കും, ഒരു ബോധ്യം നമുക്കാദ്യം വേണം. അപ്പോൾ 7 വരെ നമുക്ക് അടി ഉപേക്ഷിക്കാം. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കുറച്ചൊന്ന് ഇതാക്കിയെടുക്കുക. 7 years to 12 years നമ്മൾ അവരെ നമ്മൾക്ക് എന്തൊക്കെയാണോ വേണ്ടേ ആ രീതിയിലേക്ക് ഷേപ്പ് ചെയ്യേണ്ട പ്രായമാണ്. ആ ഒരു പ്രായത്തിൽ നമ്മൾ വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ചെറിയൊരു അടി അടിക്കാം. നല്ല ബുദ്ധിമുട്ടായിരുന്നു അവനെ ആ സമയം മുഴുവൻ. കാരണം പ്രീ ടീനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 8-9 വയസ്സിലെ ടീനേജറെ പോലെ ഇപ്പോഴത്തെ പിള്ളേർ ബിഹേവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇവനെ വളർത്തുന്ന സമയത്ത് ഇവൻ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കണേ ഇതിപ്പോൾ ഹൈസ്കൂളിലെ കുട്ടിയുടെ പോലെ ആയോ. പക്ഷേ ഭയങ്കര
ഒരു സ്ട്രഗിളിന്റെ പീരീഡ് ആയിരുന്നു. അതെ. കേൾക്കുക അല്ലേ ഡോക്ടർ, അവർ പറയുന്ന കേൾക്കുക. ബി എ വെരി ഗുഡ് ലിസണേഴ്സ്. അതിൻ്റെ 7 to 12 ഇയേഴ്സിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് എന്തൊക്കെ റൂട്ടീൻസ് ആണോ വേണ്ടത്, നമ്മുടെ ഒരു ലൈഫ് രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്നൊരു സമയം. 13 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഗുണദോഷിക്കാൻ പോകരുത്. അതുപോലെ നമ്മൾ ഇനി എത്ര ക്വാളിറ്റി ടൈം അവർക്ക് സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ച് ചെന്നാലും ദേ വോണ്ട് ലൈക്ക് ഇറ്റ്. ദേ വോണ്ട് ദെയർ ഫ്രീ ടൈം. എന്ന് മാത്രമല്ല, ഞാൻ ഇതിന് എൻ്റെ ലൈഫിൽ നിന്ന് ഞാനൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഈ 13 വരെ കൂടി ഉണ്ടായിരുന്നുകൊണ്ട് 13 കഴിഞ്ഞ് അവരിങ്ങോട്ട് മിണ്ടാൻ വരും ഇല്ലേ? അതെ. നമ്മൾക്ക് പിന്നെ വൈകുന്നേരം വരുമ്പോഴും രാത്രിയെല്ലാം ഒക്കെ ഐ നീഡ് ടു സേ സംതിങ് ഒരു ഫീലിംഗ് ഉണ്ട്. സോ ഐ തിങ്ക് ഒരു സന്തോഷമായി. കണ്ടിന്യൂ ഡോക്ടർ, കണ്ടിന്യൂ. വൈ? ബിക്കോസ് നമ്മൾ ആ ഒരു കണക്ഷൻ, ഒരു റിയൽ ബോണ്ടിങ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് അവിടെയാണ് മിസ് രേണു വിൻ ചെയ്തത്. സത്യം, ഇന്ന് ഭയങ്കര സന്തോഷമായി കേട്ട് കഴിഞ്ഞു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൻ ചെയ്യും. ഇപ്പം മിക്ക പേരൻസും എൻ്റെ അടുത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈവൻ 12 ഇയേഴ്സ് വരെ ഉണ്ടെങ്കിൽ പോലും ചില പേരൻസ് അവരുടെ അഭ്യർത്ഥന പ്രകാരം, ഞാൻ എക്സ്പെർട്ട് ആയിട്ടുള്ളത് 2 to 12 ഇയേഴ്സ് ഉള്ള കുട്ടികളിലാണ്. ഏർലി ഇൻ്റർവെൻഷൻ സ്പെഷ്യലിസ്റ്റാണ്. എന്നിരുന്നാലും അവർ ചോദിക്കാറുണ്ട് ബിഹേവിയറിൽ എങ്ങനെയൊക്കെ 15 ഇയേഴ്സിലൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ട്, കൺസൾട്ടേഷൻസിന് വരാറുണ്ട്. അപ്പോൾ എന്താ പേരൻസ് ചെയ്യണമെന്ന് പറയും, ഈ 15 ഇയേഴ്സിലാകുമ്പോൾ കുട്ടികളുടെ അഗ്രഷൻ കൂടും, കുട്ടികൾ തിരിച്ച് പറയാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് വരും. വെച്ചാൽ അവർക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഈ കുട്ടീനെ. അവർക്ക് പേടിയാവും ഇനി ഡ്രഗ് അങ്ങനെ പല പല നെഗറ്റീവ് ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സിലേക്ക് പോകുമോ. കയ്യിൽ ഒതുങ്ങത്തില്ലല്ലോ, ഇത് അടയ്ക്കാൻ വരും പറ്റൂലല്ലോ. അപ്പോൾ ആൻറ്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയം വരും. ഈ സംശയം വരുമ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് എന്തായാലും വരും. പക്ഷെ അവർക്ക് പേടിയാവും, ഇവരിനി ക്രിമിനൽ ലെവലിലേക്ക് പോയാൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ആ ഒരു സമയത്തല്ല, ഞാനിപ്പോൾ ഒരു ന്യൂ പേരൻസിൻ്റെ അടുത്തൊക്കെ പറയാൻ ഉദ്ദേശിക്കുകയാണ്, ആ ഒരു സമയത്തല്ല നമുക്ക് ആ കുട്ടീനെ മാറ്റിയെടുക്കേണ്ടത്, ചെറിയ പ്രായത്തിലാണ്. വൈ? ബിക്കോസ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയുകയാണ്. ഈ നമ്മുടെ ഹൈപ്പർ ആക്ടിവിറ്റി പറഞ്ഞല്ലോ, ഹൈപ്പർ ആക്ടിവിറ്റി, റെസ്റ്റ്ലെസ്നെസ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഇമ്പൾസീവ് ബിഹേവിയേഴ്സ്, അമിതമായിട്ടുള്ള വാശി, ദേഷ്യം, ഓടിക്കളിക്കുന്നത്, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്നത്, സംടൈംസ് ഇറ്റ് ക്യാൻ ബി എ സിംപ്റ്റം ഓഫ് ADHD. ഓക്കെ, അങ്ങനെ ADHD ഉള്ള കുട്ടികളിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരു 10 ഇയേഴ്സൊക്കെ ആകുമ്പോൾ ഇവർ ഒതുങ്ങും. ചിലവർക്ക് ഇരിക്കാനും അത്യാവശ്യം ഇരിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇവരുടെ ട്രെയ്റ്റ് ഉള്ളിലുണ്ടാവും. പിന്നീട് അത് ചാടി പുറത്ത് വരും. കുറച്ച് കഴിയുമ്പോൾ ഇവർ നന്നായിട്ട് തെറാപ്പി ഒന്നും കൊടുത്തിട്ടില്ല, ഇവരുടെ ബിഹേവിയർ ഒന്നും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് നന്നായിട്ട് മോഡിഫൈ ചെയ്ത് എടുത്തില്ല എങ്കിൽ, ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഒരു 13 ഇയേഴ്സ് 14 ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർ ആൻറ്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് പോകും. ഞാൻ കണ്ടിട്ടുണ്ട്, പെൺകുട്ടികൾ, ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട് ഇത്, ഡോക്ടർ പറഞ്ഞ കാര്യം. ഈ പെൺകുട്ടികൾ മോശമായി പെരുമാറുക, അതുപോലെ ഡ്രഗ് അങ്ങനെ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉണ്ടല്ലോ, അതിലേക്കൊക്കെ പോകും. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ പ്രായമുള്ള കുട്ടികളുടെ പേരൻസിനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നൊരു കാര്യമാണ്. നിങ്ങളെങ്ങനെയാണെങ്കിൽ, ഇപ്പോൾ ചില പേരൻസ് ചോദിക്കും, ഡോക്ടറെ ഇപ്പോൾ എൻ്റെ നെയ്ബറിൻ്റെ കുട്ടി ഭയങ്കര ഹൈപ്പറായിരുന്നു, പക്ഷേ ഒരു 10 വയസ്സായപ്പോഴത്തേക്കും അവൻ ഓക്കെ ആയി. അങ്ങനെ ചില കുട്ടികൾ ഇവൻ അവരുടെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സൊക്കെ നല്ല പോസിറ്റീവ് ആണെങ്കിൽ ഒരു പ്രശ്നം കാണിക്കില്ല, ആൻറ്റി സോഷ്യലിലേക്കൊന്നും പോകത്തില്ല. പക്ഷെ ചില കുട്ടികൾ ഇങ്ങനത്തെ ബിഹേവിയർ ട്രേറ്റ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ഹൈലി പ്രോബബിൾ ഓർ ദേ ഹാവ് ഹൈ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ടു ദിസ് പോയിൻറ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസ് വരാണെങ്കിൽ, ഇത് പേടിപ്പിക്കാൻ പറയുന്നില്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങൾ ആ ഒരു സമയത്ത് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷേ ഏർലി ടൈമിൽ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങൾ കൊണ്ടുവരികയാണ്, അതിൻ്റെ ബിഹേവിയറൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർ നല്ല കേപ്പബിൾ ആയിട്ടുള്ള നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതായത് അവസാന കാലം വരെ കാത്തിരിക്കാണ്ട് വളരെ നേരത്തെ തന്നെ മക്കളെ ശ്രദ്ധിക്കുക, മക്കളുടെ സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് മനസ്സിലാക്കുക. അതിന് മടി വിചാരിക്കരുത്, നാട്ടുകാരെന്ത് പറയുന്നു വിചാരിക്കരുത്. ഇതുപോലെ അറിവുള്ള ഡോക്ടേഴ്സിനടുത്തേക്ക് ചെല്ലുക, അവർക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, ഡോക്ടർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.